വീഡിയോന്റെ 6 മണിക്ക് മുമ്പ് കാണൂല്ല വീഡിയോ. 6 മണിക്ക് മുമ്പ് വീഡിയോ കാണണ്ടേ? വീഡിയോ കണ്ടോണ്ട് വേണ്ടി ഇരിക്കാൻ. റൈറ്റ്. ഓക്കെ, വീഡിയോ ഒക്കെ സെറ്റാണ്. ബുക്ക് അടച്ചു വെച്ചേ, കടച്ചു. സൈലന്റ് പ്രയർ, ബുക്ക് അടച്ചു വെച്ച് ഡീപ് സൈലന്റ്. ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഷാമിൻ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? സാർ ചാപ്റ്റർ 6 വർക്ക് എനർജി പവർ. വർക്ക് എനർജി പവർ ആണ്. അതില് ആദ്യം നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് എന്താ? 2 ടൈപ്പ് മൾട്ടിപ്ലിക്കേഷൻ വെക്ടറിന്റെ ഏതൊക്കെയാ ഷാമിൻ? സാർ ഏതൊക്കെ 2 ടൈപ്പ് മൾട്ടിപ്ലിക്കേഷൻ? പറഞ്ഞോ ഷാമിൻ. സ്കേലാർ പ്രൊഡക്റ്റും വെക്ടർ പ്രൊഡക്റ്റും. സ്കേലാർ പ്രൊഡക്റ്റും വെക്ടർ പ്രൊഡക്റ്റും. അതിലെന്താ വ്യത്യാസം? ഞാൻ ബുക്ക് അടച്ചു വെച്ച് ബുക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വെക്കടാ. ഞാൻ കണ്ട ബുക്കിന്റെ ക്യാമറ അവിടെ വെക്കും. ബുക്ക് അതിന്റെ ഫ്രണ്ടിൽ വെക്കടാ, എഴുതുന്നതിന്റെ ഫ്രണ്ടിൽ വെക്കടാ, അവിടെ വെക്കും. സ്കേലാർ പ്രൊഡക്റ്റിന് ഡയറക്ഷൻ സ്കേലാർ പ്രൊഡക്റ്റ് നമ്മൾ എന്താ വിളിക്കണേ? സ്കേലാർ പ്രൊഡക്റ്റിനെ എന്താ വിളിക്കണെന്നോ? വേറെ പേര് ഡോട്ട് എന്ന് വിളിക്കും. ഡോട്ട് പ്രൊഡക്റ്റ്. എങ്ങനെയാ കാണുന്നത് ഡോട്ട് പ്രൊഡക്റ്റ്? എങ്ങനെയാ കാണുന്നത്? A dot B is equal to AB cos theta. AB cos theta. Theta ആരാ? തീറ്റ ഇപ്പൊ 2 ഇതുണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള ആംഗിള്. ശരി. അല്ല, മറ്റേ വെക്ടർ പ്രൊഡക്റ്റ് അസ്ലാസുജി, വെക്ടർ പ്രൊഡക്റ്റ് എങ്ങനെയാ? അതിന് ഡയറക്ഷൻ ഉണ്ടാവും. ശരി, അതിനെ എങ്ങനെ കണ്ടുപിടിക്കും? വെക്ടർ എ ക്രോസ് വെക്ടർ ബി. AB sin theta. ആണ്. ഇതിന്റെ ഡയറക്ഷൻ എവിടായിരിക്കും? അതൊരു കേസ് മാത്രമല്ല സാർ പറഞ്ഞോളൂ. പെർപെൻഡിക്കുലർ ആയിരിക്കും എയ്ക്കും ബിക്കും. എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ. അബ്സല്യൂട്ട്ലി മതി, അത്ര മതി. ശരി, നമ്മുടെ കൃഷ്ണാനന്റെ വർക്ക് എന്ന് പറഞ്ഞ ആൾക്ക് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വർക്ക് ഈസ് ഈക്വൽ ടു ഫോർമുല ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ്. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു ഒരു ഫോർമുല ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. അബ്സല്യൂട്ട്ലി ശരി. അപ്പൊ നമുക്ക് ബുക്ക് എടുക്കാം, ബുക്ക് തുറക്കാം, ബാക്കി നോക്കാം. അപ്പൊ അത്ര കാര്യങ്ങൾ നമ്മൾ പറയാം. പിന്നെ പ്രോബ്ലം ചെയ്തിട്ട് കാര്യങ്ങളാണ് കണ്ടത്. ആസിഫ് അല്ലേ? ആസിഫ് പോകാൻ പറ്റും, റൈറ്റ്? സൗണ്ട് ഓണാന്ന് പറഞ്ഞ പോലെ. ശരി. അപ്പോ നീ ഒന്ന് കേട്ടിരുന്നോ? ട്രാക്കിലാവുന്നവരെ കുറച്ച് നാളത്തെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ട്രാക്കിലാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കണം. ഇത് കണ്ടിന്യൂറ്റി ആണ്. ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ ഓരോ കുറച്ച് നാളത്തെ ക്ലാസ്സുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാത്തതിന്റെ ഒരു കുറവ് നിനക്കുണ്ടാവും. അപ്പൊ അത് നോക്കണ്ട, കുറച്ച് നാളിങ്ങനെ ഇരുന്ന് ക്ലാസ്സിലേക്ക് വന്ന് ടച്ച് ആയിക്കോളൂ കേട്ടോ. മനസ്സിലാവണ്ട പറഞ്ഞേ, റൈറ്റ്? ശരി. ഇപ്പൊ കേട്ടിരിക്കുക കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ നോട്ട് എഴുതിയ ഒരു പരിചയം. ഞാൻ പറഞ്ഞ റെക്കോർഡ് ക്ലാസ് ഒന്ന് കേട്ടാണോ ആസിഫേ? സൗണ്ട് ഓണാക്കിയേ.
കേൾക്കണില്ല? ആ ശരി, മതി മതി മതി. ഒരു ഐഡിയ കിട്ടാതെ എങ്ങനെയാണെന്നുള്ളത്. ശരി, നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർക്കിനെ കുറിച്ചാട്ടോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. ഈ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ഓർക്കണേ, ഒരു ഓർത്തിൽ നമുക്ക് മറന്നു പോകും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോ ഒരു 5 ചാപ്റ്റർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 3-4 മാസം കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എന്റെ നെറ്റ് കട്ടാവുണ്ടോ ട്രീസ? എന്റെ നെറ്റ് കട്ടാവുണ്ടോ? സൗണ്ട് കട്ടാവുണ്ടോ ട്രീസ? ഇല്ലല്ലോ. ഇല്ല സാർ, രാവിലെ പ്രശ്നമൊന്നുമില്ല, വൈകുന്നേരം എനിക്ക് ഇല്ല. ഇപ്പൊ നിലവിൽ കട്ട് ചെയ്യണമല്ലോ. ഇല്ല, കട്ടാവുള്ള. ആ ശരി. അല്ല, എനിക്കൊരു സംശയം, എനിക്ക് വീഡിയോ സ്റ്റക്ക് ആകുമ്പോൾ തോന്നുന്നുണ്ട് ചോദിച്ചു. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ കേട്ടോ പിള്ളേരെ. നമ്മൾ എപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന രീതി പറഞ്ഞുതരാം. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെ പഠിക്കേണ്ട സാധനമാണ് വെക്ടർ ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റും. വെക്ടർ എ ക്രോസ് വെക്ടർ ബിയും വെക്ടർ എ ക്രോസ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബിയും. ഇത് എന്നും ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. മൾട്ടിപ്ലിക്കേഷൻ ആണ് യഥാർത്ഥത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കാനുള്ള ഒരു വഴി ഞാൻ എന്താ ഓർക്കാൻ രണ്ടിലും എ ബി ആണ്. പിന്നെ ഒന്നല്ലെങ്കിൽ ഓരോരുത്തർ കോസ് ഉണ്ടാവും, മറ്റൊരു സൈൻ ഉണ്ടാവും. ശരി, ഇത് ഓർത്തിരിക്കാൻ ഞാൻ ചിന്തിക്കുന്നത് ക്രോസ് വരുമ്പോ ശരിക്കും കോസ് ആണ് ചേരണം, പക്ഷെ കോസ് അല്ല, സൈൻ ആണ്. അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഓർത്തിരുന്നത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഓർത്തിരിക്കാൻ. ഞാൻ പറഞ്ഞ മനസ്സിലായ? ഞാൻ പറഞ്ഞൊരു ഐഡിയ മനസ്സിലായ? അതായത് ക്രോസ് അല്ലെങ്കിൽ എന്നും നമുക്ക് കൺഫ്യൂഷൻ ആവും. ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയുടെ എളുപ്പമായിരിക്കും. ക്രോസ് വരുമ്പോ കോസ് ആണ് ശരിക്കും ചേരണേ, പക്ഷെ കോസ് അല്ല, സൈൻ ആണ് എന്ന് ഓർത്തിരുന്നാൽ, അല്ലെങ്കിൽ എന്നും കൺഫ്യൂഷൻ ആവും. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എ ക്രോസ് ബി, എ ബി സൈൻ തീറ്റയാണോ കോസ് തീറ്റയാണോ നമുക്ക് സംശയം വരും. കാരണം ഒരേപോലെ തന്നെ രണ്ടും. ഇയാൾ എ ബി കോസ് തീറ്റയാണ്, ഇയാൾ എ ബി സൈൻ തീറ്റയാണ്. മാറിപ്പോയിരിക്കാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞതാണ്. ആവശ്യമുള്ളവർ എഴുതി വെക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ആവശ്യമുള്ളവർ എനിക്ക് തോന്നുന്നത് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. അതായത് പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ എങ്ങനെ ഇത് ഓർത്തിരിക്കാം? അതൊരു പോയിന്റായിട്ട് വേറൊരു കോളത്തിൽ ഒരു കോളം വരച്ച്, ബുക്കിൽ ഒരു കോളം വരച്ച് സെപ്പറേറ്റ് സ്റ്റാർ ഇട്ട് എഴുതി വെക്കുക. എ ക്രോസ് ബി ഓർത്തിരിക്കുന്നത് എ ബി സൈൻ തീറ്റ വരുന്ന ക്രോസിന് കോസ് വരുന്നതായിരുന്നു നല്ലത്, പക്ഷെ കോസ് അല്ല, ഓപ്പോസിറ്റ് ആണ് എന്ന് ഓർത്തിരുന്നാൽ നമുക്ക് തെറ്റില്ല. ഇല്ലെങ്കിൽ എന്നും കൺഫ്യൂഷൻ വരും. അതിനെന്തൊരു ടിപ്സ് വേണ്ടേ ഓർത്തിരിക്കും. അതിനുവേണ്ടി പറഞ്ഞതാണ്, നിർബന്ധമൊന്നുമില്ല, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞൊരു വർക്കാണ് കേട്ടോ. പുതിയ കുട്ടികൾ കേട്ടോ, പുതിയ കുട്ടികൾ വരുമ്പോ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്കൊരു ഐഡിയ കിട്ടില്ല, അവർ വളരെ ശ്രദ്ധിച്ചിരിക്കുക, കിട്ടണത്ര മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ പഴയ കാര്യങ്ങൾ ഒരുപാട് ഇതിനകത്ത് ആവശ്യം വരും. ഫിസിക്സും മാത്സും കെമിസ്ട്രി അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണ്. ഈ 5ാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ 1ാമത്തെ ചാപ്റ്റർ ആവശ്യം വരും. അപ്പൊ 1ാം ചാപ്റ്റർ പഠിക്കാത്തവർ എന്ത് ചെയ്യണമെന്ന് അറിയാം? നിങ്ങൾ കേട്ടിരിക്കുക. ക്ലാസ് കഴിയുമ്പോൾ സാറിനോട് ചോദിക്കുക. ക്ലാസ് കഴിയുമ്പോഴല്ലേ അവർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ പഴയ കാര്യങ്ങൾ. സാർ ഇത് എന്താണ് അവിടെ ഉപയോഗിച്ചത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ബുക്കിൽ ഇങ്ങനെ സ്റ്റാർ ഇട്ട് പോവുക. ഓക്കെ, വർക്ക് എന്ന് പറഞ്ഞ സാധനമാണ് പറഞ്ഞത്. വർക്ക് എന്ന് പറഞ്ഞ W = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ എത്തി നമ്മൾ നിൽക്കണം. ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ശ്രദ്ധിച്ചോ. ഫോഴ്സ് എന്ന് പറയുന്നത് വെക്ടർ ആണോ സ്കെയിലർ ആണോ? ഹാൻഡ് റൈസ് ചെയ്യാൻ ചെയ്യണേ, ഹാൻഡ് റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോഴ്സ് വെക്ടർ ആണോ സ്കെയിലർ ആണോ? എല്ലാവരും പറയണ്ടല്ലേ ഇർഷാദ് ഒക്കെ പറയേണ്ട ആൻസർ അല്ലേ അത്? അത് കൈ പൊക്കാതെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് കൈ കാണില്ല, നിന്റെ കൈയുടെ ക്യാമറയിൽ കാണും. ബുക്കും നിന്നെയും കൈക്ക് ക്യാമറയിൽ കാണും. ആമിനയുടെ കൈ കാണൂല ക്യാമറയിൽ പല സമയത്തും. ഓക്കെ, പറഞ്ഞോ ആസന നജീബ് പറഞ്ഞേ. വെക്ടർ ആണോ സ്കെയിലർ ആണോ ഫോഴ്സ്? വെക്ടർ ആണ്. ഫോഴ്സിന് ഡയറക്ഷൻ വെക്ടർ ആണ്. ഞാൻ ചോദിക്കട്ടെ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണോ സ്കെയിലർ ആണോ? അടുത്ത എല്ലാവരും ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണോ സ്കെയിലർ ആണോ? സന, എല്ലാവരും റെസ്പോണ്ട് ചെയ്യാം. അപ്പൊ തന്നെ കൈപൊക്കാനുള്ള റെസ്പോൺസ്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണോ സ്കെയിലർ ആണോ സന? വെക്ടർ ആണ്. ഏതാ ലെറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന സന ഓർക്കുണ്ടോ? ഡിസ്പ്ലേസ്മെന്റിന് എസ് ആണ് ഉപയോഗിക്കുന്നത്. ബ്രില്യന്റ്. ആൻസർ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. ആൻസർ പറയാൻ പറ്റിയാൽ, ഒരു സബ്ജക്റ്റിന്റെ ആൻസറുകൾ പറയാൻ പറ്റിയാൽ നിങ്ങൾ ട്രാക്കിലാണ്. ഞാൻ പഠിച്ചെടുത്താൽ മതി. അപ്പൊ എസ് ആണ്. എസും വെക്ടർ ആണ്. ഞാൻ ചോദിക്കട്ടെ, വർക്ക് എന്ന് പറഞ്ഞ സാധനം വെക്ടർ ആണോ സ്കെയിലർ ആണോ? വർക്ക് വെക്ടർ ആണോ സ്കെയിലർ ആണോ?
ഹാൻഡ് റൈസ് ചെയ്യാം. അപ്പൊ മനസ്സിലാവണം അപ്പൊ ഹാൻഡ് റൈസ് ചെയ്യും. എലിസബത്ത് ഹാൻഡ് റൈസ് ചെയ്തോട്ടോ, പുതിയ കുട്ടികളെ എലിസബത്ത് ഹാൻഡ് റൈസ് ചെയ്തോളൂ. വർക്ക് വെക്ടർ ആണോ സ്കെയിലർ ആണോ? ആരോണ് ഇവിടെ ഒന്നും പറയണില്ല, തസ്കീൽ ഒന്നും പറയണില്ല. ഏഞ്ചൽ പറയുക, വർക്ക് വെക്ടർ ആണോ സ്കെയിലർ ആണോ? വെക്ടർ ആണ്. വെക്ടർ ആണെന്നുള്ളവർക്ക് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. വെക്ടർ ആണെന്നുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്ത്. വർക്ക് വെക്ടർ ആണെന്നുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്ത്. വർക്ക് വെക്ടർ ആണെന്നുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്ത്. ആസിഫ് മുഹമ്മദ് ശരി. ഓക്കെ, വർക്ക് വെക്ടർ ആണ്. ശരി. അല്ല, ഈ ആനന്ദ് പി എം എന്തിയെ കൈവക്കാതിരുന്നേ? ആനന്ദ് പി എം അല്ല, വർക്ക് നമുക്ക് എങ്ങനെയാണേലും കൊടുക്കാമല്ലോ, ഡിറക്ഷൻ അല്ലല്ലോ. വർക്ക് എവിടെ നടക്കണ സാധനമല്ലേ, അത് ഉപയോഗിക്കണല്ലേ, അത് ഉപയോഗിക്കാനല്ലേ മറ്റേ ഐറ്റം ഒക്കെ. ഇവൻ ആള് പുലിയാണോ? ആള് പുലിയാണ്. അവന്റെ എക്സ്പ്ലനേഷൻ നല്ല കറക്റ്റ് എക്സ്പ്ലനേഷൻ. സാറേ, വർക്ക് നല്ല ചിന്തയാണ്, നല്ല 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 സ്റ്റാൻഡേർഡ് ആയ ഒരു ചിന്തയാണ്. എന്റെ ഒരു സയൻസ് പഠിക്കാൻ പറ്റിയ ഒരു ചിന്തയാണ്. രണ്ടുപേരും അതെ, രണ്ടുപേരും എടുക്കല. മറ്റേ രണ്ടുപേരൊക്കെ ഐഡിയ കറക്റ്റാ പറയുന്നത്. അതായത് വർക്ക് എന്ന് പറഞ്ഞ പുള്ളിന്ന് ഓർത്ത് നോക്കിയ ഒരു ജോലി. ഞാൻ ചോദിക്കട്ടെ, ഒരാള് നിങ്ങൾ കേട്ടോ, വെക്ടർ സ്കെയിൽ വ്യത്യാസം ഡയറക്ഷനാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരാള് നമ്മളോട് ചോദിക്കുകയാണ്, ഒരു ഭായിനെ നമ്മൾ പണിക്ക് വിളിച്ചു. ഒരു ഭായിനെ പണിക്ക് വിളിച്ചിട്ട് ഭായി ഇങ്ങനെ വൈകുന്നേരം പറയാം, ഭായി പറയാണ്, പഴുതു പഴുതു കം കിയ അച്ഛാ കം കിയ, പണിതു, വർക്ക് ചെയ്തു, പണിയെടുത്തു എന്ന് പറയാം. അപ്പൊ നമ്മൾ ചോദിക്കുക എങ്ങോട്ടാ പണിയെടുത്തെന്ന് ചോദിക്കും. ഇയാൾ അങ്ങോട്ടാണോ പണിയെടുത്തത്, ഇങ്ങോട്ടാണോ പണിയെടുത്തത്, മുകളിലേക്കാണോ പണിയെടുത്തത് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? നല്ല പണിയാ, ഭയങ്കര പണിയാട്ടോ. അവിടെ പോയാണ്ടല്ലോ മറ്റേ മുത്തുക്കാസിനൊക്കെ പോയി കഴിഞ്ഞാൽ തലക്ക് സ്വൈര്യമില്ലാട്ടോ. എന്റെ പൊന്നിടവേ പണിയെടുത്ത പണി എന്നൊക്കെ ഒരു പറച്ചിലുണ്ടല്ലോ. ഇത് പണ്ടേ പോലെ 2001 പോലെ പറയണേ, 20 കൊല്ലായി, 2021 അപ്പൊ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ പണി എങ്ങോടാന്നുള്ള ചോദ്യം ഉണ്ടോ? ആനന്ദ് പറഞ്ഞ പണി എങ്ങോടാന്നുള്ള ചോദ്യം ഇല്ല. പണി എടുക്കാണ്, അതിപ്പോ എങ്ങോടാന്നതിന് പ്രസക്തി ഇല്ല. അപ്പൊ വർക്ക് ഈസ് നോട്ട് എ വെക്ടർ, ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. അപ്പൊ വർക്കാരാണ് സ്കെയിലർ ക്വാണ്ടിറ്റി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞത് എന്താ പറയാ, പ്രത്യേക പോയിന്റുകൾ കിട്ടുന്നുണ്ട്. നിർബന്ധമായിട്ട് എഴുതുന്ന പോയിന്റ് അല്ലേ, വർക്ക് ഈസ് എ സ്കെയിലർ, ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് എഴുതണമല്ലോ. സംശയം എന്താ? എഴുതിയില്ലേ? പിള്ളേരെ എഴുതണമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എഴുതണം. ഒരു പുതിയ പോയിന്റ് ആണ്. പുതിയ പോയിന്റ് ഞാൻ ചെയ്യുന്നത് ആരോയാണ്. ചിലർ സ്റ്റാർ ഇട്ട് ഇങ്ങനെ പോയിന്റ് പുതിയ പുതിയ കാര്യങ്ങൾ സ്റ്റാർ ഇട്ടു. ഒരാരോടും അതിനകത്ത് ഞാനൊരു പുതിയ പോയിന്റ് എഴുതാം. അതുമായി ബന്ധപ്പെട്ട് പലതും എഴുതാം. ചിലപ്പോൾ ഹൈഫിനിട്ട് അതുമായി ബന്ധപ്പെട്ട് പലതും എഴുതാം. ഓക്കെ, അത് വേറെ. അപ്പൊ വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോദ്യം കൂടെ പോണെന്നറിയോ? അപ്പൊ എന്റെ ചോദ്യം അങ്ങനെയാണ്, W ഈസ് ഈക്വൽ ടു, നോക്കിക്കോ എല്ലാവരും ശ്രദ്ധിച്ചോ, എഫ് ഒരു വെക്ടർ ആണ്, എസ് ഒരു വെക്ടർ ആണ്, W ഒരു സ്കെയിലർ ആണ്. അപ്പൊ ഇത് രണ്ടും ഇൻഡു ചെയ്യാനാ പറയുന്നത്. വളരെ ശ്രദ്ധിച്ചോ കുട്ടികൾ, എഫ് വെക്ടറും എസ് വെക്ടറും ഇൻഡു ചെയ്യണം. എന്നാൽ വർക്ക് ഒരു കിട്ടുന്ന ആൻസർ സ്കെയിലാർ ആണ്. അപ്പൊ ഞാൻ എന്ത് ഇടണം? എഫ് ഡോട്ട് എസ് എന്ന് ഇടണോ, എഫ് ക്രോസ് എസ് എന്ന് ഇടണോ? ആരാ പറഞ്ഞത്? ആസിഫ് ഒന്ന് കേട്ടിരുന്നാൽ മതി ക്ലാസ്സിന്, ശരിയാവും. എഫ് ഡോട്ട് എസ് ഇടണോ, എഫ് ക്രോസ് എസ് ഇടണോ? കൈ പൊക്കാത്തവൻ എന്തേ? മാഹിൻ എന്തേ കൈ പൊക്കാത്ത? മാഹിൻ പി എസ്, ടെൽ മീ, എഫ് ക്രോസ് എസ് ഇടണോ, എഫ് ഡോട്ട് എസ് ഇടണോ? മാഹിൻ പി എസ് മനസ്സിലായി പറഞ്ഞ മനസ്സിലായില്ല. എന്താ കാരണം എഫ് ഡോട്ട് എസ് ഇടാൻ? സ്കെയിലാർ അല്ലേ എന്റെ പ്രൊഡക്റ്റ്. അബ്സല്യൂട്ട്ലി. അതിന്റെ പ്രോഡക്റ്റ് സ്കെയിലാർ അല്ലേ സാറേ? കിട്ടുന്ന ആൻസർ W അല്ലേ സാറേ? സ്കെയിലാർ അല്ലേ? അപ്പൊ പ്രോഡക്റ്റ് സ്കെയിലാർ പ്രൊഡക്റ്റ് അല്ലേ? അതിന്റെ പേരല്ലേ സാറേ ഡോട്ട് പ്രൊഡക്റ്റ്? അപ്പൊ വാട്ട് ഈസ് ദ ഫോർമുല? വാട്ട് ഈസ് അൾട്ടിമേറ്റ് ഫോർമുല? W ഈസ് ഈക്വൽ ടു. അപ്പൊ പണ്ടത്തെ പോലെയാണോ പഠിക്കുന്നത്? പണ്ട് 9ാം ക്ലാസ്സിൽ പഠിച്ച പോലെയാണോ പഠിക്കുന്നത്? അല്ല, നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പഠിക്കുന്നത്. എങ്ങനെയാ പഠിക്കണേ? W ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ ഫോർമുല? F ഡോട്ട് എസ്. അപ്പൊ പണ്ട് പഠിച്ച പോലെ അല്ല പഠിക്കണേ. പണ്ട് നമ്മൾ എങ്ങനെ പഠിച്ചേ? അസ്വേ ബുക്ക് എടുത്തിട്ട് എഴുതിക്കോട്ടെ പോലെ, ബുക്ക് എടുത്ത് ഹെഡിങ് കൊടുത്ത് നീ ഇന്നത്തെ ഡേറ്റ് ഇട്ട് എഴുതി തുടങ്ങി താഴെ പോയിന്റ് എഴുതിക്കോ. നോട്ട് വേറെ ഇല്ല, ഇതാണ് നോട്ട്, എല്ലാം ഇതിനകത്ത് വരും. അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ എഫ്, ഇനി മുതൽ ചോദിക്കുമ്പോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയരുത്. നമ്മൾ +1 സ്റ്റാൻഡേർഡിലേക്ക് മാറി നമ്മൾ പറയും എഫ് ഡോട്ട് എസ്.
അങ്ങനെയാണെങ്കിൽ ബാസിലെ ഇതിന്റെ ഫുൾ ഫോം പറഞ്ഞ് W is equal to ഫുൾ ഫോം പറഞ്ഞ് ഫുൾ ഫോം ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണോ? മനസ്സിലായി? അതിന്റെ ഫുൾ ഫോം ഡോട്ട് പ്രോഡക്റ്റിൽ മാറ്റിയാൽ എങ്ങനെയാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത്? എഫ് എസ് എഫ് എസ് കോസ് തീറ്റ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? എഫ് എസ് കോസ് തീറ്റ. എഫ് എസ് കോസ് തീറ്റ ആണോ? എഫ് ഡോട്ട് എന്ന് പറഞ്ഞാൽ കോസ് വരും. എഫ് എസ് കോസ് തീറ്റ എന്ന് വിളിക്കാം. തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ theta is the angle between Basile. Theta is the angle between ഈ theta angle between F and S. F and S. Force and displacement. Force and displacement. Okay. നീ കേട്ടോ? ഭയങ്കര രസാ. ഇതിന്റെ പ്രോബ്ലം വരും. വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ടെക്നിക്കൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഈ എഫ് എസ് കോസിറ്റ് ഉപയോഗിച്ചിട്ട് ടെക്നിക്കലി ഒരുപാട് പ്രശ്നമുണ്ട്. അത് വെച്ച് പ്രോബ്ലം വരും. വളരെ ശ്രദ്ധിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ഓക്കെ അല്ലേ? ഓരോ സ്റ്റെപ്പാട്ടോ ഞാൻ വെക്കണേ. ഇത് ഓക്കെ അല്ലെങ്കിൽ അപ്പൊ പറഞ്ഞോ. ഈ കോസ്റ്റീറ്റ് ചിലപ്പോൾ ആസിഫിനൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. ടാസ് ഇന്നലെ പഠിപ്പിച്ചതാണ്, കേട്ടിരുന്നാൽ മതി. അപ്പൊ ഞാൻ പറയുന്നത് എന്താ അറിയാം? അപ്പൊ എഫ് എസ് നോക്കിയാൽ പോരാ, നിങ്ങൾ തീറ്റ നോക്കണം. തീറ്റ നോക്കണം. അപ്പൊ തീറ്റയുടെ വാല്യൂക്ക് ഞാൻ പണ്ട് എഴുതുന്നുണ്ട് കേട്ടോ. സൈനും കോസും ഒന്നും അറിയില്ലാത്തത് നിങ്ങൾ അടുത്ത ആഴ്ചയാണ് പഠിക്കൂ, മാത്സിൽ പഠിക്കും. അപ്പൊ ഇതിപ്പോ അടുത്ത ആഴ്ച പഠിക്കൂല, ഫിസിക്സ് ആണല്ലോ. അപ്പോ അടുത്ത ആഴ്ച ഫിസിക്സ് ചെയ്തു. അപ്പൊ ഇത് എങ്ങനെയാണ് സൈൻ കോസിന്റെ വാല്യൂ അറിയില്ലാത്തൊരു കാൽക്കുലേറ്റർ 0, 30, 60, 0, 30, 45, 60, 90, 0, 1/2, 1/√2, √3/2, 1 കോസ് ആവുമ്പോ ഇത് തിരിച്ചിട്ടാണ് 1, ഇത് തിരിച്ചിട്ടാണ് √3/2, 1/√2, 1/2, 0. ഓക്കെ, അറിയാം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. എങ്ങനെ? 90 കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 90 കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് 1 അല്ലേ, പിന്നെ ഇത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വീണ്ടും 0 ആവും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. 90 കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. വീണ്ടും ഒരു 180 ആവും. വീണ്ടും പിന്നെ അങ്ങോട്ട് പോകും. അങ്ങനെയുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ അത് -1 ആവും. അടുത്ത 1 കഴിഞ്ഞ് പിന്നെ വരുന്ന -1. പിള്ളേരെ ശ്രദ്ധിച്ചോളാം. അതേപോലെ cos 0 1 ആണ്, cos 90 0 ആണ്. പിന്നെ തിരിച്ചും കൊണ്ട് വരില്ലേ? അപ്പൊ ഇത് -1 വരും. 180 -1 വരും. 180 ഡിഗ്രി. അത് നിങ്ങൾ ട്രിഗണോമെട്രിയിൽ പഠിക്കും. തൽക്കാലം സംശയമുള്ളവരെ എഴുതി വെക്കുക. അപ്പൊ sin 0 ഒന്ന് പറഞ്ഞേ, വാല്യൂസ് ഒക്കെ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ തസ്കിന. പെട്ടെന്ന് പറഞ്ഞു, ഉറക്കെ പറഞ്ഞേ മോള്. നല്ല രീതിയിൽ തസ്കിന സൗണ്ട് ഞാൻ കേൾക്കട്ടെ. ഇതുവരെ കേട്ടിട്ടില്ല. sin 0 sin 0 sin 90 sin 90 1 sin 180 0. വീണ്ടും വരുമ്പോ sin 180 വീണ്ടും 0. sin 270 1/2. വീണ്ടും വീണ്ടും 90 കൂട്ടുമ്പോ വീണ്ടും അപ്പുറം ചെല്ലും. അപ്പൊ -1. sin 360 വീണ്ടും 0. കണ്ടാ? ആ 90 വെച്ച് കൂട്ടി പോകും. അറിയില്ലാത്തവർ അത് വേറെ പോയിന്റ് ആയിട്ട് സൈഡിൽ എഴുതിട്ടോളൂ. റൈറ്റ് സൈഡിലാണ് എക്സ്ട്രാ പോയിന്റ് നമ്മൾ എഴുതുന്നത്. റൈറ്റ് സൈഡിൽ ഒരു കോളം വരയ്ക്കണം ബുക്കിൽ. എന്നിട്ട് പുതിയ പുതിയ ആവശ്യമുള്ള കാര്യങ്ങൾ, മാത്സ് ഒരുപാട് ആവശ്യമുണ്ട്, അത് എഴുതിയിട്ടോളും. ട്രയാങ്കിൾ, റിമിലാരിറ്റി, അത് ഇതൊക്കെ അത് ഫിസിക്സ് തൊടാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലായോ? 0 sin 0യുടെ വാല്യൂ അങ്ങനെ പറയാം. 90 വെച്ച് മാത്രം ഇടക്കള ഞാൻ പറയണില്ല. 0 90 90 90 180 180 270 360 അങ്ങനെ പോണേ. 0 1 0 -1 0 1 അങ്ങനെ പോണേ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാ റിപ്പീറ്റ് ചെയ്യണം. സൈൻ കോസ് എങ്ങനെ തുടങ്ങണേ? പറഞ്ഞ തസ്കിന. കോസ് 0 1 cos 30 √3/2. 30 വേണ്ടെന്ന് കൊച്ചെ, 30 വേണ്ടെന്ന് 90 വെച്ച് പറയാൻ. 30 അവിടെ കിടക്കട്ടെ. cos 90 0 sin 0 0 അല്ല cos 0 0 cos 0 1 cos 0 1 cos 90 0 0 cos 180 കുറച്ച് കഴിയുമ്പോൾ കൂടെ 90 വീണ്ടും കൂട്ടുമ്പോ 1 അല്ല -1 വീണ്ടും 1 വരില്ല. പിന്നെ ആരോ തന്നെ -1 270 -1 ഇല്ലെന്നേ. 270 ആവുമ്പോ വീണ്ടും അവിടെ പോകും. പഴയ 90 അവിടെ പോകും. 90 അവിടെ 0 അല്ലേ? അപ്പൊ 0 തന്നെ റിപ്പീറ്റ് ചെയ്യും. തസ്കിനൊക്കെ ഓടിയോ? തസ്കിനൊക്കെ ഓടില്ലെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചേ, ദൈവത്തെ ഓർത്തൊന്ന് ചോദിച്ചേ എന്നോട്, സാറേ ഇത് എന്നെ ഉദ്ദേശിക്കുന്നത് ഒന്ന് ചോദിച്ചേ. അതാ ഞാനിപ്പോ ഇനി ചോദിക്കുമ്പോ തെറ്റരുത്. അപ്പോ
ഈ ചോദിക്കുമ്പോൾ തെറ്റിയാൽ ഞാൻ ഇതുവരെയില്ല സ്വഭാവം, പിന്നെ മാറ്റം വരും. കാരണം എന്റെ അടുത്ത് വാദമൊന്നും ഇതുവരെ ചോദിക്കണമില്ല. ചോദിക്കുമ്പോ അത് ഐഡിയ ഇല്ലാതെ പറയും ചെയ്യരുത്. അങ്ങനെ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ പിന്നെ പൈസ കളയാൻ വേണ്ടി വന്നിരിക്കണേയാണല്ലോ. ആ ഉണ്ടാക്കുന്ന പൈസ ഇവിടെ ഞാൻ പട്ടിണി കിടക്കണമെന്നില്ലല്ലോ. അത് മനസ്സിലാവണ്ടോ? വെറുതെ കൊണ്ട് തരേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടെ വാദം ചോദിക്കും. സാറേ എന്താ പ്രശ്നം? ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ട്രിഗണോമെട്രി പ്രശ്നമുണ്ടോ? ഇനി എന്നും ആവശ്യം വരും. എന്നും ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുമോ സാറ്? അത് അങ്ങനെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ഓർത്താൽ മതി. 0 തുടങ്ങിയാൽ 0ക്ക് മൈനസ് വരില്ല. പക്ഷെ 90 കൂട്ടി 1 സ്ഥലത്ത് വീണ്ടും തിരിഞ്ഞ് കറങ്ങി വരുമ്പോ അങ്ങനെയാണല്ലോ. 90 കൂട്ടുമ്പോൾ വീണ്ടും കൂടെ തന്നെ വരും. അങ്ങനെ നമ്മൾ കണക്കാക്കണ്ട. അത് ഇനി വിശദമായിട്ട് ട്രിഗണോമെട്രി സാറ് പഠിപ്പിച്ചോളൂ, മാത്സിൽ പഠിപ്പിച്ചോളൂ. ഓക്കെ, ചോദിച്ച് സാറിനോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്തോളൂ. എന്നും ആവശ്യമുള്ളതാ. മാത്സിൽ ആ പറയുന്ന സാധനങ്ങൾ എന്നും ആവശ്യമുള്ളതാ. അത് മാത്സിന് വേണ്ടി എല്ലാം ഓർത്തോളൂ കേട്ടോ. സാറിനോട് ചോദിച്ച് വ്യക്തമായി എഴുതിയിട്ടോളൂ. അപ്പൊ W=FS cos θ, അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയുന്നത് എന്താ പറയുക, കേസ് 1. 3 കേസ് ഞാൻ പഠിപ്പിക്കാൻ പോകും. അപ്പോഴാണ് ട്രിഗണോമെട്രി ആവശ്യം വരുന്നത്. 3 കേസ്. കേസ് 1 കേട്ടോ. നിങ്ങളുടെ ബുക്കില്ലേ, നിങ്ങളുടെ ടേബിളിൽ മേശപ്പുറത്ത് ബുക്ക് ഇരിക്കുന്നില്ല. ആ ബുക്കിനെ നമ്മൾ തള്ളിക്ക് കാണട്ടെ. ആ ബുക്കിൽ ഇങ്ങനെ വിരൽ വെച്ചിട്ട്, ഇങ്ങനെ ബുക്കാണെങ്കിൽ ആ ബുക്കിന് വിരൽ വെച്ചിട്ട് നമ്മൾ തള്ളിക്ക് കൊടുക്കും. ആ ടേബിളിൽ ഞാൻ കാണട്ടെ, ഫ്രണ്ടിലേക്ക് തള്ളിക്ക്. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ബുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ബുക്ക് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ തള്ളിക്ക്, ഫ്രണ്ടിലേക്ക് തള്ളിക്ക് കാണട്ടെ. ആ തള്ളിക്ക്, എല്ലാവരും തള്ളിക്ക്. ആസിഫെ ക്യാമറ കാണട്ടെ, ടേബിൾ കാണട്ടെ. ട്രീസ എവിടെ? കാണില്ല ട്രീസ. ഉറങ്ങുവാ ട്രീസ? ഉറങ്ങുവാ? അല്ല, തള്ളിയായിരുന്നു. ആ ശരി. ഒരു തള്ളാണ്, ഒരു തള്ള് അല്ലേ? ശരി, ഒറ്റ ഒരു തള്ള. അങ്ങനെ ഒരു ഡയലോഗ് ഇല്ല. ശരി, തള്ളിക്ക് നോട്ടെ ട്രീസ കണ്ടേ. ആ ഓക്കെ, ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വിരലോണ്ട് കൊടുത്തേ. ഇങ്ങനെ വിരലോണ്ട് ട്രീസ, ഇങ്ങനെ വിരലോണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് കൊടുത്തേ. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തള്ളല്ലേ, ഇങ്ങനെ നേരെ കൊടുത്തേ. നേരെ കൊടുത്ത് തള്ളിക്ക്. ആ അങ്ങനെ വണ്ടി പോട്ടെ. ശരി, ചോദിക്കട്ടെ. ഇർഷാദെ കേട്ടോ എല്ലാവരും. ഫോഴ്സ് എങ്ങോട്ടപ്പോ കൊടുത്തേ? ഫോഴ്സ് എങ്ങോട്ടാ കൊടുത്തേ? ഫ്രണ്ടിലേക്ക്. കേട്ടോട്ടെ പിള്ളേര്, ഫോഴ്സ് അവൻ പറഞ്ഞ രീതി ശ്രദ്ധിച്ചോളാം. ഫോഴ്സ് കൊടുത്തത് ഫ്രണ്ടിലേക്ക്. ഇതാണ് ബുക്ക്. സപ്പോസ് അവൻ കൊടുത്ത ഫോഴ്സ് ഫ്രണ്ടിലേക്ക്. ഫോഴ്സ് അവൻ കൊടുത്ത ഫ്രണ്ടിലേക്ക്. ഇവൻ നീങ്ങിയതോ? ഫ്രണ്ടിലേക്ക് തന്നെ. ബ്രില്യന്റ്. ഫ്രണ്ടിലേക്ക് തന്നെ. കേട്ടോ, ഞാൻ ബ്രില്യന്റ് അവന്റെ ആൻസറിന്റെ രീതിയാണ് ബ്രില്യന്റ് എന്ന് പറയുന്നത്. ഫോഴ്സ് കൊടുത്തത് ഫ്രണ്ടിലേക്ക്, ബുക്ക് നീങ്ങിയത് ഫ്രണ്ടിലേക്ക്. അപ്പൊ ഞാൻ 2ന്റെ ഡയറക്ഷൻ വരയ്ക്കുകയാണ്. Fന്റെ ഡയറക്ഷൻ വരച്ചു, Sന്റെ ഡയറക്ഷൻ വരച്ചു. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. ബി മക്കേ, what is the angle between these two? ഹലോ ചിരിച്ചോണ്ടിരിക്കുക. ഹലോ, 0 0. It is absolutely 0. It is 0 absolutely. It is 0 absolutely. It is 0. 0. കാരണം 0 ഡിഗ്രി. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിൽ. അവർക്ക് ആംഗിൾ ബിറ്റ്വീൻ ഉണ്ടോ? ഇല്ല. അവർ തമ്മിൽ ആംഗിൾ എത്ര? 0. Absolutely 0. Right? So what is the work? What is the work done in this case? F is equal to, tell me, what is the work done? Tell me, Amina, how we can find the formula? W is equal to, tell me. Fs cos 0. അപ്പൊ എന്ത് വരും? Fs into cos 0 1. അപ്പൊ എന്ത് വരും? Fs. അപ്പൊ ഡബ്ല്യൂയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? വളരെ എളുപ്പമാണ്. എഫിന്റെ വില എടുക്കുക, എസിന്റെ വില എടുക്കുക, വെറുതെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഫോഴ്സ് 10 ആണ്, ഡിസ്പ്ലേസ്മെന്റ് 2 ആണ്. വാട്ട് ഇസ് ദ വാല്യൂ വി ആർ ഗെറ്റിംഗ്? 20. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഈ വർക്കിന്റെ എസ് ഐ യൂണിറ്റ് എന്ത് കൊടുക്കും? വർക്കിന്റെ എസ് ഐ യൂണിറ്റ് ആർക്കെങ്കിലും പറയാം? വർക്കിന്റെ എസ് ഐ യൂണിറ്റ് ഒരു കാര്യം പറയാൻ മറന്നുപോയില്ല. ആർക്കെങ്കിലും പറയാം വർക്കിന്റെ എസ് ഐ യൂണിറ്റ്? ഒന്ന് പറഞ്ഞാൽ എന്തോ? ന്യൂട്ടൺ മീറ്റർ. അത് കുഴപ്പമില്ല. നല്ലതാ. ട്രീസ് എന്താ പറയാൻ നിന്നേ?
കറക്റ്റ്. അതായത് ഇത് ന്യൂട്ടൺ, ഇത് മീറ്റർ. ന്യൂട്ടൺ മീറ്റർ അത് പിള്ളേർ വേറെ പോയിന്റ് ആട്ടോ, വേറെ പോയിന്റ് ആയിട്ട് ഇവിടെ തന്നെ എഴുതണ്ട, കേസ് 1 മുമ്പ് എഴുതണം. എസ് ഐ യൂണിറ്റ് എന്താന്ന് വെച്ചാൽ ശരിക്കും ന്യൂട്ടൺ മീറ്റർ എന്നാണ് എസ് ഐ യൂണിറ്റ് വരുന്നത്. കറക്റ്റാണ് പിള്ളേർ പറഞ്ഞ രീതി. നിങ്ങൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു സാധനം പഠിപ്പിക്കും. അതിന്റെ ഒറ്റ പേരാണ് ഇതിന്റെ ഒറ്റ പേരാണ് ജൂൾ. ഇതിന് ഒറ്റ പേരുണ്ട്, അതാണ് ജൂൾ. ആരോട് ഇത് എഴുതണട്ടോ, ഇത് എഴുതാൻ തന്നെ എനിക്ക് മനസ്സിലാവണില്ലേ ഇതൊന്നും. വളരെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കണേ. ജൂളിന്റെ ലെറ്റർ ജെ, ക്യാപിറ്റൽ ലെറ്റർ ജെ. പക്ഷെ ശരിക്കും ആരാണത്? ജൂൾ എന്ന് പറയുന്നത് സയന്റിസ്റ്റിന്റെ പേരാണ്. ഏത് ജൂളാ ആർക്കെങ്കിലും അറിയാമോ? ഹീറ്റിംഗ് എഫക്ട് കണ്ടുപിടിച്ച ജൂൾസ് ലോ എന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ജൂളാണത്. ആ ജൂളിന്റെ ഓണർ ചെയ്യുന്നതാണ്. അത് ആ സയന്റിസ്റ്റിനെ ഓർക്കാൻ വേണ്ടി, ആദരിക്കാൻ വേണ്ടി, ഓണർ ചെയ്യാൻ വേണ്ടി ഈ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിന് ഒറ്റ പേരിട്ട് കൊടുത്താക്കാണ്. അതാണ് ജൂൾ. പണ്ട് റെസിസ്റ്റൻസിന് ഓം കൊടുത്ത പോലെ, വോൾട്ടേജിന് വോൾട്ട് കൊടുത്ത പോലെ. വോൾട്ടേജിന്റെ വോൾട്ട് അലക്സാണ്ടർ വോൾട്ട് ആണ്, ഒരു സയന്റിസ്റ്റ് ആണ്. ഓം സൈമൺ ഓം ആണ്. ആംപെയർ ആൻഡ്രേ ആംപെയർ ആണ്. അതേപോലെ പേര് കൊടുത്താണ് ജൂൾ. നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കും. ജെ അത് വിശദമായി പിന്നെ പഠിപ്പിക്കും. അത് ജൂൾ എങ്ങനെയാ വന്നതൊക്കെ ഞാൻ പിന്നെ വിശദമായി പഠിക്കും. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ മീറ്റർ അതിന്റെ ഒറ്റ പേര് ജൂൾ. അപ്പൊ ഇവിടെ W = 20 J നമുക്ക്. അപ്പൊ 20 ജൂൾ കണ്ട. അപ്പൊ ഇങ്ങനെയാണ് വാല്യൂ തന്നെ കണ്ട. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ അറിയാം, ഇതിപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്ന പോസിറ്റീവ് വാല്യൂ ആണ് കണ്ട. 20 എന്ന് വെച്ചാൽ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ കേസ് 1 നമ്മൾ വിളിക്കുന്ന പേരാണ്, വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട പേരാണ്, പോസിറ്റീവ് വർക്ക്. പോസിറ്റീവ് വർക്ക്, പോസിറ്റീവ് വർക്ക് എന്നാണ് അതിന് പറയുന്നത്. സാർ പറഞ്ഞോ, ഇപ്പൊ പറഞ്ഞ ഒന്നും കൂടെ പറയാവോ? പറയാം. നമ്മളിതിപ്പോ ചെയ്തപ്പോ നിങ്ങൾ ഈ രീതിക്ക് ചെയ്യുമ്പോൾ, അതായത് കേസ് 1 നമ്മളിപ്പോ എന്താ കണ്ടത്? നമ്മൾ എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുത്തത് അങ്ങോട്ട് തന്നെയാണ് ബുക്ക് പോണത്, ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത്. അപ്പൊ ഇവരുടെ ആംഗിൾ എത്ര? θ0. അപ്പൊ θ0 വരുന്ന കേസിലെല്ലാം നമുക്ക് പറയാൻ പറ്റും അവിടെ എന്താണ് വർക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. വാല്യൂ കിട്ടുകൊടുത്ത് ഞാൻ പോസിറ്റീവ് കിട്ടും. അതുകൊണ്ട് ആ ടൈപ്പ് വർക്ക് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? പോസിറ്റീവ് വർക്ക്. പോസിറ്റീവ് വർക്ക്. അപ്പൊ അതിന്റെ വേറെ അർത്ഥം എന്താ പറയാ? പോസിറ്റീവ് വർക്ക് എന്ന് വെച്ചാൽ എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുത്തത് അങ്ങോട്ട് തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ്. അത് പിള്ളേർ എഴുതി വെക്കുന്നതല്ല. അപ്പൊ പോസിറ്റീവ് വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? അത് നിങ്ങളുടെ ഭാഷയിൽ എഴുതിക്കോ. എങ്ങോട്ടാണോ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ്. Displacement is in the same direction of force. Displacement is in the same direction of force. ഈ ആള് നീങ്ങുന്നത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതാം. എങ്ങോട്ടാണോ നമ്മൾ ഫോഴ്സ് തള്ളിയത് അങ്ങോട്ട് തന്നെ നീങ്ങും. നമ്മൾ എങ്ങോട്ടാണോ തള്ളിയത് അങ്ങോട്ട് തന്നെ നീങ്ങും. ഓക്കെ, മുന്നോട്ട് പോട്ടെ. ഓരോ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് പിള്ളേര് മുന്നോട്ട് പോട്ടെ. പ്രശ്നം ഇപ്പൊ പറഞ്ഞോളൂ. 3 ഞാൻ പഠിപ്പിക്കും. അപ്പൊ ഇത് പ്രശ്നമാണെങ്കിൽ അതൊക്കെ അടുത്തൊക്കെ പ്രശ്നമാവും. ഇപ്പൊ പറഞ്ഞോ തസ്കീനൊക്കെ ഇപ്പൊ പറഞ്ഞോ. മനസ്സിലായി. മനസ്സിലാവും. സാറ് പുലിയല്ലേ. സാറ് പറഞ്ഞെല്ലാം മനസ്സിലായിട്ട് കാര്യമില്ല. അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഞങ്ങൾ എത്ര നാളായി പറയണു. അത് മനസ്സിലാവും. സാറ് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലായില്ലെങ്കിൽ ചോദിക്കാം. സാറ് നമുക്ക് തിരിയണില്ല. അത് ഓരോ കൊല്ലം കുട്ടികളുടെ മാറ്റം വരും. ഓരോ ക്ലാസ്സിൽ മാറ്റം വരും. അത് നിങ്ങൾക്കറിയോ? ചില ക്ലാസ്സിൽ ചില ടോപ്പിക്ക് നീങ്ങൂല. അതൊന്നും കുട്ടി മനസ്സിലാവില്ല. ഇപ്പൊ അടുത്തെന്താ അറിയോ? കേസ് 2. കേസ് 2. ഓക്കെ, വീണ്ടും നേരത്തെ പോലെ ബുക്ക് തള്ളിക്ക്. ഒന്നുകൂടെ ബുക്ക് തള്ളിക്ക്. കാണുന്നത് എല്ലാവരും ബുക്ക് തള്ള. ഞാൻ കൃഷ്ണാനന്റെ ബുക്ക് തള്ളിക്കോ. നീ ഈ കാണട്ടെ. ഞാൻ ഇങ്ങനെ കൊടുക്കുക. ആശ്രയ ഇങ്ങനെ കൊടുക്കണം. എങ്ങനെ? നേരെ ഞാൻ നേരത്തെ പറഞ്ഞു വിരലും കൊണ്ട് ഇങ്ങനെ അങ്ങനെ തള്ളിക്ക്. ഒരു വിരലും കൊണ്ട് ബാക്കി നമ്മുടെ ഫ്രണ്ടിലേക്ക് തള്ളിക്ക്. ഒരു വിരൽ അങ്ങനെ തള്ളിക്ക്. അങ്ങനെ പോട്ടെ.
അങ്ങനെ പോട്ടെ, അങ്ങനെ പോട്ടെ. ശരി, മുന്നോട്ട് പോട്ടെ. ഡിമാക്കേ ഓക്കെ. ഗൗരിയെ ബുക്ക് നീങ്ങണില്ല, ബുക്ക് നീങ്ങിയ നീങ്ങി. ശരി, ഞാൻ ചോദിക്കട്ടെ ഗൗരിയെ. ശരി ശരി, ഞാൻ ചോദിക്കട്ടെ. ഈ കേസിൽ നമ്മൾ ബുക്ക് തള്ളുന്നു, എന്റെ ചോദ്യം അറിയാം. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാ ഗൗരിയെ. ഇത് ബുക്കിൽ നമ്മൾ അങ്ങോട്ട് തള്ളുകയാണ്, ബുക്ക് ഇങ്ങോട്ട് നീങ്ങുകയാണ്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാ ഗൗരിയെ. നേരെ ഓപ്പോസിറ്റ്, അബ്സല്യൂട്ട്ലി റൈറ്റ്. കേട്ടോണ്ടോ? ബുക്ക് നീങ്ങിയത് ഇങ്ങോട്ട്, എസ് ഇങ്ങോട്ട്, ബുക്ക് നീങ്ങിയത് ഇങ്ങോട്ട്. കാരണം നമ്മൾ അങ്ങോട്ടാ തള്ളി. ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ അങ്ങോട്ടാ തള്ളി, അപ്പൊ ബുക്ക് അങ്ങോട്ട് നീങ്ങി. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരാളുണ്ട്, ഇവിടെ പിടുത്തം. ഈ പിടുത്തം എങ്ങോട്ട് ആക്ട് ചെയ്യണേ? എങ്ങോട്ടാണോ ബുക്ക് നീങ്ങണത്, അത് കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിപ്പിച്ചേ, പുതിയ കുട്ടികൾ ശ്രദ്ധിച്ചോളാം. എങ്ങോട്ടാണോ മൂവ് ചെയ്യണേ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്, കറക്റ്റ് ഓപ്പോസിറ്റ്. അപ്പൊ ഇങ്ങനെ വരും. ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് വെരി സ്മോൾ ലെറ്റർ എഫ് ഇടാം. നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ സ്മോൾ ലെറ്റർ എഫ് ഇട്ടോ. അത് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ നമ്മൾ തള്ളിയത് ഇങ്ങോട്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ട്. അപ്പൊ എന്റെ ചോദ്യം വളരെ ശ്രദ്ധിക്കണം, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കും. എന്റെ വാക്ക് വളരെ ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് പ്രോബ്ലം വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കണേ വാക്കാണിത്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക്, നമ്മൾ ചെയ്ത വർക്ക് അങ്ങോട്ടാ. നമ്മൾ ഇങ്ങോട്ട് തള്ളി, അവൻ അങ്ങോട്ട് നീങ്ങി. കറക്റ്റ്, ആ മുകളിലത്തെ കേസാണ്. നമ്മൾ തള്ളുന്നതിന്റെ ഒപ്പം തന്നെ വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി നിങ്ങളോട് ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വർക്ക് ഡൺ ബൈ അസ്, നമ്മളല്ല. അത് ചെയ്തു കഴിഞ്ഞു, കണ്ടുപിടിച്ചു, അതിനെ പോസിറ്റീവ് വർക്ക് എന്ന് വിളിച്ചു. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. എല്ലാവരും കണ്ടുപിടിച്ചേ, കാണട്ടെ. W കണ്ടുപിടിച്ച എല്ലാവരും കണ്ടുപിടിച്ചേ. ഫോമിൽ എന്താ എഴുതിക്കേ, എന്നിട്ട് കൈ പൊക്കിക്കേ. ശരിയോ തെറ്റോ ഞാൻ നോക്കിക്കോളാം. ശരിയോ തെറ്റോ തീരുമാനിക്കുന്നത് ഞാൻ. നിങ്ങൾ എഴുതിക്കോ, എന്നിട്ട് കൈ പൊക്കിക്കേ. ആരോട് കൃത്യമായിട്ട് എഴുതി. എമിൻ എന്നാ എഴുതി? എമിൻ പറ, കൈ പൊക്കി 2-3 പേര്. എമിൻ എന്താ എഴുതി? വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ബൈ എസ് ആണോ? എഫ് ബൈ എന്നത് മോൾ ഉദ്ദേശിച്ചത് എഫ് ഡിവൈഡഡ് ബൈ ആണോ? അറിയില്ല എനിക്ക്. എടുക്കാൻ കാരണം പറഞ്ഞോ, അങ്ങനെ എടുക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞോ. അങ്ങനെ എടുക്കാൻ കാരണം ഈ ഇങ്ങനെ അങ്ങോട്ട് ആയതുകൊണ്ടാ, ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. അല്ല എമിന് ഞാൻ പറയാൻ പോലെ, അതായത് നമുക്ക് അങ്ങനെ എടുക്കാൻ ഫോമുലയിൽ മാറ്റം വരുത്താനുള്ള അവകാശം നമുക്കില്ല. നമുക്ക് ആകെ ഉണ്ടല്ലോ, നോക്കി പോണത് എഫ് എസ് കോസ്. ഇവിടെ എന്തെടുക്കണം തീരുമാനിക്കുള്ളൂ. വേറെ ബൈല് ഫോമുലയിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല, ബിക്കോസ് വർക്കിന്റെ ഫോമുല ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ എഫ് എസ് കോസ്. മനസ്സിലായില്ലായിരുന്നു സാറ് പറഞ്ഞത്, മനസ്സിലായ. അതെ. അപ്പൊ കുഴപ്പമില്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ട്. ശരിക്കും കേട്ടോ, W=Fs cos θ. ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെങ്കിൽ എസ് റൈറ്റിലേക്ക്. അപ്പൊ കോസ് നമ്മൾ എത്ര കൊടുക്കണം? തീറ്റ 0 ആണോ? 0 ആണോ? ഒരു ചോദ്യം, കുഴപ്പമില്ല, പറഞ്ഞോ. ഒന്ന് പറഞ്ഞേ, ആരാണോ ഒന്ന് പറഞ്ഞേ. എത്ര കൊടുക്കണം? 0. അതാ കാരണം 0 എപ്പോഴാ കൊടുക്കണേ സാധാരണ? സാർ ആംഗിള് 0 ഡിഗ്രീസ് ആണെങ്കിൽ, തീറ്റ 0 ആണെങ്കിൽ. തീറ്റ 0 ആണ്. എപ്പോഴാ തീറ്റ 0 ആവണേ? തൊട്ട് മുമ്പത്തെ കേസിൽ തീറ്റ 0 ആയില്ലേ? എപ്പോഴാ അത്? ഒരേ ആംഗിളിൽ തന്നെ. ഇതിപ്പോ ഒരേ ഡയറക്ഷനിലാണോ? അല്ല സാർ. അപ്പൊ പിന്നെ തീറ്റ 0 വരുമോ? 180. നീ ഇപ്പൊ ശ്രദ്ധിക്കണല്ലോ, അപ്പൊ നിനക്ക് പറയാൻ പറ്റണ്ടല്ലോ. അപ്പൊ ക്ലാസ്സിൽ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അത് ഞങ്ങൾ നോക്കണ്ട്. അതാണ് 180 ആണ്. 180 ഓപ്പോസിറ്റ് ആകുമ്പോ അത് 180 ആയി പോകും. ഒരേ ഡയറക്ഷൻ, അതൊക്കെ അറിയില്ലെങ്കിൽ വേറെ പോയിന്റ് ആയിട്ട് ആയിരിക്കും. ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ തീറ്റ 0 എന്ന് പറയും. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 180 എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എഫ് എസ്
കോസ് 180 എത്രയാണെന്ന് ഞാൻ പറഞ്ഞേ? മുഹമ്മദ് അൽഫാസെ, കോസ് 180 എത്രയാണെന്ന് പറഞ്ഞേ? കോസ് 180 -1. -1. അത് -1. അപ്പൊ FS × -1 എന്തൊരു -FS. അപ്പൊ W എന്തൊരു -FS. കേട്ടോ. അപ്പൊ W -FS എന്ന് വരും. അതായത് ഇതിപ്പോ 10 കൂട്ടിക്കോ, ഇത് 3 കൂട്ടിക്കോ, W കാണുമ്പോ -30 എന്ന് വരും. 30 ജൂൾ. അപ്പൊ വർക്ക്, ഈ ടൈപ്പ് വർക്കിനെ എന്ത് പേരിട്ട് വിളിക്കാം സന? ഈ ടൈപ്പ് വർക്കിനെ എന്ത് പേരിട്ട് വിളിക്കാം? വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. അല്ല. ഇത് പോസിറ്റീവ് വർക്ക് എന്നാ വിളിച്ചേ. അപ്പൊ ഇതിനെന്ത് വർക്ക് എന്ന് വിളിക്കാം? നെഗറ്റീവ് വർക്ക്. നെഗറ്റീവ് വർക്ക്. അപ്പൊ എപ്പോഴാ നെഗറ്റീവ് വർക്ക് ആവണേ സന? എപ്പോഴാ ഒരു വർക്ക് നെഗറ്റീവ് ആവുന്നത്? വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ചോദിക്കുമ്പോൾ എക്സാമ്പിൾ അല്ല, അതൊരു എക്സാമ്പിൾ. എപ്പോഴാണ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞതാ പോയിന്റ്. എപ്പോഴാ വരുന്നേ? മറ്റേ 180 ഒക്കെ വരുമ്പോ, തീറ്റ 180 വരുമ്പോ. അത്രേ ഉള്ളൂ ആൻസർ. എപ്പോഴാ നെഗറ്റീവ് വർക്ക് വരുന്നത്? ഒറ്റ പോയിന്റ് ഉള്ളൂ, അത് പ്രത്യേകം എഴുതി വെക്കാം. നെഗറ്റീവ് വർക്ക് വരുന്നതിന്റെ ഫസ്റ്റ് ഒറ്റ പോയിന്റ് എന്താണ്? തീറ്റ 180. എഴുതണം. ആ പോയിന്റ് പ്രത്യേകം എഴുതണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് എലിസബത്തെ ഈ തീറ്റ 180 എഴുതി, ആ പോയിന്റ് എഴുതി, വിശദമായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഒറ്റ പോയിന്റ് തീറ്റ 180. എപ്പോഴാ വർക്ക് നെഗറ്റീവ് ആവണേ? നമ്മൾ കൊടുത്ത ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ കൊടുത്ത ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യണത്. അപ്പൊ നമ്മൾ കൊടുത്ത ഫോഴ്സിലൂടെ പിള്ളേർക്ക് തെറ്റിപ്പോണ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നോക്കട്ടോ, മനസ്സിലോ? ഒരു ബുക്ക് തള്ളുമ്പോ എത്ര വർക്ക് ഉണ്ടായിരുന്നു? എത്ര വർക്ക് ഉണ്ടായിരുന്നു? ആരാ പറഞ്ഞത്? ഒരു ബുക്ക് തള്ളുമ്പോ എത്ര വർക്ക് ഉണ്ടായിരുന്നു? ഒരു ബുക്ക് നമ്മൾ തള്ളുമ്പോ എത്ര വർക്ക് ഉണ്ടായിരുന്നു? ഒന്ന് പറയാം ബാസിലെ. ഒരു ബുക്ക് നമ്മൾ തള്ളുന്ന സമയത്ത് അവിടെ എത്ര വർക്ക് ഉണ്ട്? ഒരു വർക്ക് ഉണ്ട്. അതേതാ വർക്ക് പറഞ്ഞോ? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, അതിന് സംഭവിച്ചൊരു ഡിസ്പ്ലേസ്മെന്റ്, അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക്. പക്ഷെ ബാസിലെ നമ്മൾ പറഞ്ഞ അതേ സമയത്ത്, സെയിം സമയത്ത് വേറൊരാളോട് വർക്ക് ചെയ്യണ്ട്. ആരാത്? ഫ്രിക്ഷൻ. അപ്പൊ നമ്മൾ കാണണം, നമ്മളത് കാണുന്നില്ല. ഫ്രിക്ഷൻ. അപ്പോ ഒരേ സ്ഥലത്ത് പല ടൈപ്പ് വർക്ക് വരാം, ഒരേ കോണ്ടെക്സ്റ്റില് പല ടൈപ്പ് വർക്ക് വരാം. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ല. പ്രോബ്ലം ചെയ്യുമ്പോ പറയുന്നില്ല. അത് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അതിനകത്ത് 2 ടൈപ്പ് വർക്ക് വരാം, 3 ടൈപ്പ് വർക്ക് വരാം. അപ്പൊ നിങ്ങൾ നോക്കണം ആരൊക്കെ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനമായിട്ട് പിള്ളേർ എഴുതേണ്ട ഒരു പോയിന്റ് എന്താ അറിയോ? വർക്ക് ഡൺ ബൈ ഹൂം. വർക്ക് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. കണക്ക് ചോദിക്കുമ്പോ ബൈ ഹൂം, ആര് ചെയ്ത വർക്ക് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആര് ചെയ്ത വർക്ക്? ഇത് പിള്ളേര് പ്രത്യേകം നോട്ട് ചെയ്യട്ടെ. പ്രോബ്ലം ചെയ്യാൻ സ്റ്റാർ ഇട്ട് നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ആര് ചെയ്ത വർക്ക് ഡൺ ബൈ ഹൂം. അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് നിങ്ങൾ എന്നും ബോധേഡായിരിക്കണം. അപ്പൊ ഇനി ആര് ചെയ്തതാണ് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം? വർക്ക് ഡൺ ബൈ ഹൂമിന്റെ ആൻസർ ഞാൻ പറയാം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് അറിയാം? വർക്ക് ഈസ് ഈക്വൽ ടു ആരാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അയാൾ കൊടുത്ത ഫോഴ്സ്. ശരിക്കും കേട്ടോ. വർക്ക് ഡൺ ബൈ ഹൂം ആരും ആയിക്കോട്ടെ. അപ്പൊ വർക്ക് ഡൺ ബൈ എ ആണെങ്കിൽ എ കൊടുത്ത അപ്ലൈ ചെയ്ത ഫോഴ്സ്, അപ്ലൈഡ് ബൈ എ. അപ്പൊ എ കൊടുത്ത വർക്കാണ്, എ ചെയ്ത വർക്കാണ് കണ്ടുപിടിക്കണമെങ്കിൽ എ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഉപയോഗിക്കണം. അപ്പൊ വേറെ ആൾക്കാർ അപ്ലൈ ചെയ്ത ഫോഴ്സ് എടുക്കാൻ പാടില്ല. എ അപ്ലൈ ചെയ്ത ഫോഴ്സ് എടുക്കണം. ഇൻറ്റു അല്ലെ എഫ് ഇൻറ്റു എസ് ഡിസ്പ്ലേസ്മെന്റ് ടു ദ ബോഡി. എവിടെയാണോ അപ്ലൈ ചെയ്ത് അയാൾക്ക് സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ്. മനസ്സിലാവാൻ പ്രത്യേകം ചോദിച്ചോളൂ. ഇതൊരു വേറെ സ്റ്റെപ്പ്. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ കാണില്ല. പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട സാധനം ഇതാണ്. അതിങ്ങനെ മലയാളത്തിൽ തന്നെ നിങ്ങൾ എഴുതിക്കോ. ഇങ്ങനെ ഒരു കോളം ഇട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആര് ചെയ്ത വർക്കാണെന്ന് പ്രത്യേകം നോക്കണം. ഒരേ കോണ്ടെക്സ്റ്റിൽ പല ആൾക്കാരുടെ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പൊ നമ്മൾ ആദ്യം നോക്കണം ആര് ചെയ്ത വർക്കാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കണം. എന്നിട്ട് ഏതെടുക്കണം? ഫോഴ്സ് എന്ന് പറയാം. ആ ആള് കൊടുത്ത ഫോഴ്സ് കൊടുക്കണം.
വേറെ ഫോഴ്സ് അവിടെ ഉണ്ട്, അതൊന്നും എടുക്കരുത്. ഈ ആള് കൊടുത്ത ഫോഴ്സ് എടുക്കണം. ഇൻറ്റു എസ്. ഈ ആള് ഫോഴ്സ് കൊടുത്തപ്പോ ഏത് ബോഡിയിലാണോ കൊടുത്ത അയാൾക്ക് സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ് എടുക്കാവുള്ളൂ. വേറെ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ട്, അതൊന്നും എടുക്കരുത്. ഈ ഫോഴ്സ് കൊടുത്ത ബോഡിക്ക് സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ് എടുക്കും. പിന്നെ കോസ് തീറ്റ, പിന്നെ അതറിയാലോ, തീറ്റ ആംഗിൾ ബിറ്റ്വീൻ ഈ എഫും ഈ എസും. ഇത്തരം കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ കണക്ക് തെറ്റിപ്പോകും. സംശയം പറ, ശരിക്കും ആലോചിച്ച് സംശയം പറ. പ്രോബ്ലം ചെയ്യില്ല, പറഞ്ഞോ. അതൊന്നാണ് പറയുന്നത് എക്സിന്റെ കാര്യം. ഒന്നുകൂടെ പറയും. ഇപ്പോ ഒരു ബുക്ക് തള്ളുന്ന കേസിൽ നീ പറഞ്ഞില്ലേ ക്ലാസ്സില്, കേട്ടോ, ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ക്ലാരിറ്റി വേണ്ടേ. ബുക്ക് തള്ളുമ്പോ നമ്മുടെ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാം, പ്രോബ്ലത്തിൽ ചോദിക്കാം, വർക്ക് ഡൺ ബൈ രണ്ടും ചോദിക്കാമല്ലോ ബാസിലെ, രണ്ടും ചോദിക്കാം. ബുക്ക് തള്ളി, ബുക്ക് നീങ്ങി, എന്നിട്ട് നിന്നോട് ചോദിക്കാം കാൽക്കുലേറ്റ് വർക്ക് ഡൺ ബൈ ബാസിൽ എന്ന് ചോദിച്ചാൽ നീ എന്ത് ചെയ്യണം? നീ കൊടുത്ത ഫോഴ്സ് വർക്ക് ഡൺ ബൈ ബാസിൽ ചോദിക്കുമ്പോ ഫോഴ്സ് അപ്ലൈഡ് ബൈ ബാസിൽ ഇൻറ്റു നീ എവിടെയാണോ അപ്ലൈ ചെയ്ത് ആ ബോഡിക്ക് സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ്. എവിടെയാണോ നീ അപ്ലൈ ചെയ്തത് അതിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ തന്നെ എടുത്തോളൂ. അതേ സമയത്തിന് ചോദിക്കാം കാൽക്കുലേറ്റ് വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ പറയും കാൽക്കുലേറ്റ് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു ഉണ്ടോ. അപ്പൊ ഫോഴ്സ് നിന്റെ ഫോഴ്സ് എടുക്കരുത്, നിന്റെ ഫോഴ്സ് അവിടെ ഉണ്ട്, അത് എടുക്കരുത്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ടു ദ ബോഡി. ബുക്കിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ് അപ്പോഴും എടുക്കാവുള്ളൂ. ബുക്ക് അവിടെ പോയ ആ ഡിസ്പ്ലേസ്മെന്റ് തന്നെ എടുക്കണം. ഇൻറ്റു കോസ് തീറ്റ. ഇവര് തമ്മിലാണ് പ്രത്യേകം എഴുതണം. അക്മലേ കേട്ടിരുന്നാ പോരാട്ടോ, ഇത് പ്രത്യേകം എഴുതും. ഇത് തെറ്റിപ്പോകും, ഈ പ്രോബ്ലം ചെയ്യില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ട് ആരെന്ന് പറഞ്ഞേ, അത് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ ഈ വർക്കിന്റെ കണ്ടുവരണേ. പറഞ്ഞോ. സാർ അപ്പൊ നമ്മൾ കൊടുത്ത ഫോഴ്സ് എടുക്കുമ്പോ കോസ് തീറ്റ എത്ര എടുക്കണം? അവിടെ കോസ് തീറ്റ എടുക്കുന്നത് നേരത്തെ പറഞ്ഞ 0 ആയിരിക്കും. അതാ രസം. നമ്മൾ കൊടുത്ത ഫോഴ്സ് എടുക്കുമ്പോ നമ്മൾ കൊടുത്ത ഫോഴ്സ്, ഇപ്പൊ ഈ ബുക്ക് തന്നെ, ബുക്കിൽ ഈ ഫാനിന്റെ ഇൻവെർട്ടർ തീർന്നു പോവോ? ഇൻവെർട്ടർ തീർന്നു പോവോ? സ്പീഡ് കുറച്ചിട്ടും കൂടി ചോദിച്ചു. ഇത് ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, ഇത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്. അപ്പൊ ഇത് നമ്മൾ തീറ്റ, അതെടുക്കുമ്പോ തീറ്റ ആരാണ്? 0. അതേ സമയത്ത് ആരുണ്ട്? ഉണ്ടോ? മറ്റേ ആളുണ്ട് സെയിം സമയത്ത്, ഉണ്ടോ? ഇയാളെടുക്കുമ്പോ തീറ്റ എത്ര? 180. അത് വ്യത്യാസം. അപ്പൊ ആര് ചെയ്ത വർക്ക് എന്നുള്ള പ്രാധാന്യമാണ്. അതിന് തീറ്റ മാറും. ക്ലിയർ? മുന്നോട്ട് പോട്ടെ, പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റരുത്. ശരി. ഇനി ഞാൻ അടുത്തൊരു കേസ് കേസ് 3. അത് ഇതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കേസാണ് പറയുന്നത്. കേസ് 3. ഒരാള് കേട്ടോ പിള്ളേരെ, നിങ്ങൾ നിങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്ന് പറഞ്ഞ തോമസേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡയറക്ഷൻ ഈ ആളുടെ മേത്ത് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡയറക്ഷൻ നേരെ താഴത്തേക്ക്. കറക്റ്റ് ആണ്, നേരെ താഴത്തേക്ക്. അതായത് നമ്മുടെ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനമാണ് അത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെയിറ്റ് എന്ന് പറയും. W വർക്ക് നിർത്തേക്ക് കേട്ടോ, മാറിപ്പോയത്. ഡബ്ല്യൂയും വർക്കാണ്, വെയിറ്റും ആണ്. ചില സ്ഥലത്ത് വെയിറ്റും ആണ്. അപ്പൊ വെയിറ്റ്, അതായത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? mg ആണ്. നിങ്ങൾക്ക് അറിയാട്ടോ mg. അത് ശരിക്കും ആരാണ്? mg ഫോഴ്സ് ആണ്. അത് വേറെ അറിയില്ലെങ്കിൽ പ്രത്യേകം പോയിന്റ് ആയിരിക്കും. ഫോഴ്സ് ആണ്. ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് അതിന് വേറെ പേര്. ഓക്കെ, താഴത്തേക്ക് നമ്മൾ ഫ്രണ്ടിലേക്കാണ് നടക്കുന്നത്. നമ്മൾ നടക്കുന്നത് ഫ്രണ്ടിലേക്ക്. ഞാൻ ചോദിച്ചത് ഇവിടുത്തെ വർക്ക് ഡൺ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തല്ലേ പറ്റും. വർക്ക് ഡൺ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വർക്ക് ഡൺ ബൈ, ഞാൻ പറയാം, വർക്ക് ഡൺ ബൈ നോക്കട്ടെ, ഇങ്ങനെ എഴുതിക്കോ. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്ര?
കണ്ടുപിടിച്ച് ഒരു എക്സാമ്പിൾ പോലെ പിള്ളേർ എഴുതിക്കോട്ടോ. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എഴുതിക്കോ. പോയിന്റ് നമുക്ക് താഴെ എഴുതാം. അപ്പൊ കൃത്യ നോട്ട്ബുക്കിൽ അതൊക്കെ വരട്ടെ. അസുരേ എഴുതട്ടോ, അതിൽ എഴുതി പോക്കോട്ടെ, എഴുതാതിരിക്കരുത്. കേസ് 3 കൊടുക്ക്. എന്നിട്ട് എക്സാമ്പിൾ എന്ന് കൊടുക്കും. ഒരു എക്സാമ്പിൾ, ഒരു ഫിഗർ ഒക്കെ വരച്ചിട്ട് എക്സാമ്പിൾ കൊടുക്കും. പോയിന്റ് പിന്നെ എഴുതാം. അപ്പൊ ഇങ്ങനെ ആരോ ഇടണ്ട. ഇങ്ങനെ ആരോ ഇടുമ്പോഴല്ലേ മെയിൻ പോയിന്റുകൾ പറഞ്ഞത്. ഇതൊക്കെ എക്സാമ്പിൾ ഇൻട്രൊഡക്ഷനാണ്. കുറച്ച് പോയിന്റ് വരെ നമുക്ക് ഇങ്ങനെ ആരോ ഇടാം, അല്ലെങ്കിൽ സ്റ്റാർ ഇട്ട് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഡോട്ട് ഇടാം. പലർക്കും പല പോയിന്റ്. അപ്പൊ അത് നോട്ടിന് നമുക്ക് ഒരു സ്റ്റൈൽ വേണം, സ്ട്രാറ്റജി വേണം. ഇതൊക്കെ എക്സാമ്പിളാ. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. കിട്ടിയവര് ഹാൻഡ് റൈസ് ചെയ്തേ. തോമസ് മോനെ എങ്ങനെ മോനെ പറഞ്ഞേ? FS തന്നെ നോക്കണ്ടോ. W തോമസ് പറഞ്ഞ പോലെ താഴത്തേക്ക്. ഞാൻ ചോദിക്കട്ടെ തോമസേ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങോട്ടാ മോനെ ആക്ട് ചെയ്യണേ? നേരെ ഗ്രൗണ്ടിലേക്ക്. അപ്പൊ F ഞാൻ കൊടുത്തു. F ഓക്കെ. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? ഡിസ്പ്ലേസ്മെന്റ് നോക്കട്ടോ തോമസേ. ഡിസ്പ്ലേസ്മെന്റ് ഫ്രണ്ടിലേക്ക്, ഇങ്ങോട്ട് S വെക്ടർ. F വെക്ടർ താഴത്തേക്ക്. അപ്പൊ FS കോസ് എത്ര കൊടുക്കണം തോമസേ? 90. ബ്രില്യന്റ്. FS കോസ് 90 കേട്ടോ. 90. ഗൗരിയെ എന്ത് സംഭവിക്കും അപ്പോ? What is cos 90? Gauri, what is cos 90? 0. അപ്പൊ എന്താ സംഭവിക്കും? 0 ആയി പോകും. കണ്ടോ ഇപ്പൊ എന്താ സംഭവിച്ചേ? ഏഞ്ചൽ മരിയ, ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇവിടെ ഫോഴ്സ് ഉണ്ടോ? ഇല്ല. ഫോഴ്സ് ഉണ്ടോ? ഫോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ 0 ആയി പോയി. പറഞ്ഞെ ഫോഴ്സ് 0 ആയിട്ടില്ല. ഫോഴ്സ് ഉണ്ടോ? ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഉണ്ട്. വർക്ക് ഉണ്ടോ? ഉണ്ട്. വർക്ക് ഉണ്ടോ? 0. അതാണ് പ്രശ്നം. ഫോഴ്സ് ഉണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഉണ്ട്. വർക്ക് ഉണ്ടോ? ഇല്ല. ഇതിന്റെ പേരാണ് 0 വർക്ക്. ഇതൊരു പ്രത്യേക കേസാണ്. ഫോഴ്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, പക്ഷെ വർക്ക് ഇല്ല. ഫോഴ്സ് ആക്ട് ചെയ്തു, ആള് നീങ്ങി, വർക്കില്ല. ഫോഴ്സ് ആക്ട് ചെയ്തു, സംഭവം നീങ്ങി, പക്ഷെ വർക്ക് നോക്കുമ്പോ ഇല്ല. കാരണം ഒറ്റ കാരണം. ആസിഫെ പറയാവോ? ആസിഫെ പുതിയാളെന്ന് പറയാവോ? എന്താണ് ആ 0 ആവാനുള്ള കാരണം? ഒറ്റ കാരണം. കിട്ടിയില്ലാന്ന് പറഞ്ഞോ? നിനക്ക് ഇല്ലാന്ന് പറയാനുള്ള അവകാശമുണ്ട്. ഇല്ല സാർ. കുഴപ്പമില്ല. കൃഷ്ണാന്ന് പറഞ്ഞേ, എന്താ കാരണം? വർക്കില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണമില്ല. കാരണം ഇനി എന്നെ പിടിക്കില്ല. വർക്കില്ല. കാരണം പറഞ്ഞ അവിടെ കോസ് 90. അതാണ് കാരണം. അതാണ് പോയിന്റ്. കാരണം ആരാണ്? ഒറ്റ കാരണം. തീറ്റാരായി പോയി 90 ഡിഗ്രി. ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പ്രത്യേകം പിള്ളേർ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയാം? പ്രത്യേകം നോട്ട് ചെയ്യുന്നത് ഫോഴ്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് എന്നുള്ള പോയിന്റ് വേറെ സ്റ്റാർ ഇട്ട് നിങ്ങൾ വേറെ അടുത്ത പോയിന്റ് എഴുതുന്നത്. ഈവൻ ദോ ഉണ്ടെങ്കിലും ഫോഴ്സ് ഉണ്ടെങ്കിലും അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും. അതാ ഞാൻ അങ്ങനെ എഴുതാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ എഴുതുന്നത്. ഒരു ബോഡിക്ക് ഫോഴ്സ് ഉണ്ട്, ഒരു ബോഡിയുടെ മേളിൽ ഫോഴ്സ് ഉണ്ട്, ആ ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു, വർക്ക് 0 ആവാൻ പറ്റുമോ എന്ന ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയും നിർബന്ധമില്ല. അപ്പൊ ജസ്റ്റിഫൈ. ഇഫ് തീറ്റ is equal to 90 degree, work will be 0 because അങ്ങനെ തന്നെ ബിക്കോസ് W is equal to FS cos theta. അതുകൊണ്ട്
W0. അപ്പൊ ഗീവ് ആൻ എക്സാമ്പിൾ. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. അങ്ങനെ നോട്ട് എഴുതിക്കേ. എഞ്ചൽ ബേബി ഒരു ചായ കുടിച്ചതിന് കൂടെ നോട്ട് എഴുതിക്കേ. നല്ല ഭംഗി എഴുതി വെച്ചേ. ഋഷിക്ക് ചോദിക്കുന്നത് സാർ അതൊന്നുകൂടി പറയോ? ആ പ്രശ്നം എവിടെയാണെന്നൊന്ന് കൃത്യമായിട്ട് പറയാമോ? എവിടെ പ്രശ്നം വന്നേ? നോട്ട് എഴുതുന്നോട്ടെ പറയാം. ഒന്നോടെ പറയാം. സ്റ്റേറ്റ്മെന്റ് ബൈഹാർട്ട് ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ എഴുതാനാ പറഞ്ഞോളൂ. ഈവൻ ദോ ഫോഴ്സ് ഉണ്ടെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിലും വർക്ക് 0 ആവോ എന്ന് ചോദിക്കും. ഫോഴ്സ് കൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് വർക്ക് 0 ആവുമെന്ന്. അപ്പൊ നമ്മൾ പറയും യെസ്, ചിലപ്പോ ആവാം. എപ്പോ? തീറ്റ ഈസ് ഈക്വൽ ടു 90 വരുമ്പോ ആവാം. And why do you? Because W is equal to Fs cos theta ആണ്. അതുകൊണ്ട് തീറ്റ 90 ആയി കഴിയുമ്പോ W എന്തായി? Fs cos 90. cos 90 0 ആണ്. അപ്പൊ Fs into 0 equal to 0. അങ്ങനെ വർക്ക് എന്തായി പോവാം? 0 ആവാം എന്നാണ് അതിന്റെ ആൻസർ. എക്സാമ്പിൾ ചോദിക്കുമ്പോ എന്ത് പറയും? എലിസബത്തെ, എക്സാമ്പിൾ ചോദിക്കുമ്പോ എന്ത് നമ്മൾ എഴുതാൻ പോണ പരീക്ഷയ്ക്ക് എക്സാമ്പിൾ? ചുമ്മാ പറഞ്ഞോ, പേടിക്കണ്ട. എലിസബത്തെ പേടിക്കണ്ട, ചുമ്മാ പറഞ്ഞോ. അല്ല മോളെ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളേ, ഇപ്പൊ മോളി പറഞ്ഞ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ. Fs cos 90. അതെ, എക്സാമ്പിൾ ആയിട്ട് എങ്ങനെ പറയും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോ? ഗീവ് ആൻ എക്സാമ്പിൾ ചോദിക്കുമ്പോ പറ ട്രീസ. ശരിയാവും. എലിസബത്ത് കേട്ടോ, ശരിയാവും. ട്രീസ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എപ്പോ കൃത്യമാണ്? വെൻ Fs cos 90 is equal to 0. അതല്ല, അത് എക്സ്പ്ലനേഷൻ. മോള് പറഞ്ഞ ശരിയാണ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് over a person who walks. അതായത് ഒരു മനുഷ്യൻ നടക്കുകയാണ്. who moves along the surface. അങ്ങനെയുള്ള എക്സാമ്പിൾ. വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് on a body or on a person who moves forward. പല രീതിക്ക് എഴുതാമല്ലോ. അതല്ലേ എക്സാമ്പിൾ. അപ്പൊ എക്സാമ്പിൾ പോലെ തന്നെ എഴുതിക്കൂടെ? ഒരു എക്സാമ്പിൾ ആണത്. കിട്ടിയില്ലെങ്കിൽ മലയാളത്തിൽ എഴുതിക്കൊള്ളാം. ഒരു മനുഷ്യൻ, ഒരു പേഴ്സൺ, അങ്ങനെ എഴുതാം. ഒരു പേഴ്സൺ ഭൂമിയുടെ മുകളിൽ കൂടെ നടക്കുമ്പോൾ അയാളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന വർക്ക്, അതാണ് എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ആർക്കെങ്കിലും വേറൊരു എക്സാമ്പിൾ പറയാമോ? ചുമ്മാ ഒരു എക്സാമ്പിൾ ഓർത്ത് നോക്കി. ആരെങ്കിലും ഓർത്ത് നോക്കി. ആരെങ്കിലും ചുമ്മാ ഓർത്ത് നോക്കി. തെറ്റിക്കോട്ടെ. പറയാം, ഞാൻ ചോദിക്കട്ടെ. ഒരാള് കേട്ടോട്ടെ, ശ്രദ്ധിച്ചോട്ടാ. ഒരാള് ഒരു പോർട്ടർ എന്ന് വെച്ചാൽ വെയിറ്റ് കാര്യമാണ് അല്ലെ? പോർട്ടർ. ഇത് പണ്ട് എപ്പോഴും ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഒരാൾ തലച്ചുമടായിട്ട് ഒരു സാധനം കൊണ്ടുവന്നു. തലച്ചുമട് തലയിൽ വെച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കുട്ടികളൊക്കെ ഇത്ര എടുത്തുണ്ടോന്ന് അറിയില്ല. നിങ്ങൾ അത്ര എടുത്തുണ്ടോന്ന് അറിയില്ല. വീട്ടിൽ ചെറിയ കുട്ടികൾക്ക് ഉണ്ടൊക്കെ. നമ്മളൊരു സ്ഥലത്തേക്ക് നടന്നു പോകണം. ഇപ്പൊ നമ്മളൊരു മല കയറുകയാണ്. കേട്ടോട്ടെ, ശ്രദ്ധിച്ചോളൂ. നമ്മളൊരു മല കയറുകയാണ്. നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. നമ്മളൊരു ടൂർ പോയി, ഒരു സ്ഥലത്ത് പോയി, ഒരുപാട് നടക്കാനുണ്ട്. അപ്പൊ നമ്മളൊരു കൊച്ചിനെ കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ആ കൊച്ചിനെ കുറച്ചങ്ങൾ കഴിയുമ്പോൾ നമ്മൾ മടുക്കും. നിങ്ങൾ നടന്നുകൊണ്ടുണ്ടെങ്കിൽ അറിയാം, ഏറ്റവും എളുപ്പത്തില് ഈ കൊച്ചിനെ ചുമക്കാൻ
കൊച്ചിനെ നമ്മൾ ചുമക്കണമല്ലോ. ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ കൊച്ചിനെ ചുമക്കാൻ ഏറ്റവും നല്ലതായിട്ട് എളുപ്പത്തിൽ ഏതാ നല്ലത്? നമുക്ക് ഒരുപാട് നടക്കും വേണം. കൊച്ചിനെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കണോ, അതോ വലിച്ചുകൊണ്ട് പോകണോ, അതോ തലയിൽ കയറ്റി തോളത്ത് കയറ്റിക്കൊണ്ട് പോകണോ? ഏതാ എളുപ്പം? ഒന്ന് പറഞ്ഞേ. മറ്റേ അനുഭവമുള്ള അനുഭവമുള്ളവരൊന്നും നോക്കിക്കേ. അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ മതി, ശരിയാവണമെന്നില്ല. ആരോടെ ഏതാ തോളത്ത് കൊണ്ടുപോകണതാണ് ഏറ്റവും എളുപ്പം, സംശയമില്ല. അനുഭവത്തിൽ നിന്ന് എനിക്ക് 3 കുട്ടികളുണ്ട്. എനിക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട്. അപ്പോ അനുഭവത്തിൽ നിന്ന് അത് മനസ്സിലാവണേ. നമ്മളൊരു ദൂരത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോവാണെങ്കിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ തോളത്ത് കയറ്റി വെക്കാണ് നമുക്ക് കംഫർട്ട്. അവിടെ ഇരുന്നാൽ മതി. അവിടെ ഇരുന്ന് തലകുത്തി മറയരുത്, അവിടെ നേരെ ഇരിക്കണം. എന്നാൽ നമുക്ക് നടക്കാൻ എളുപ്പമുണ്ട്. ഈ ഷോൾഡറിൽ വെച്ചോണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചോണ്ട് പോണതിനേക്കാൾ എളുപ്പമാണ് തോളത്ത് കയറ്റി വെച്ച് കൊണ്ടുപോകുന്നത്. നമ്മൾ പിടിക്കില്ല, വണ്ടി കൊണ്ട് ഉന്തണം, അത് വേറെ. അതുപോലെ തന്നെയാണ് ഈ കേസ്. നമുക്ക് ഈ നിങ്ങൾ യൂണിയത്തിൽ പണിയുന്ന ആളുകളൊക്കെ അവരൊക്കെ എന്ത് എപ്പോഴും 100 കിലോയുടെ ചാക്കൊക്കെ അവരെന്ത് ചെയ്യും? അവർ വണ്ടിയിൽ നിന്ന് ഇറക്കി ദൂരെ കടയിലേക്ക് കൊണ്ടുപോകും. അത് കൊണ്ടുപോകണം ഇങ്ങനെ തലച്ചുമടായിട്ടാണ്. അതാണ് പോർട്ട് എന്ന് പറയുന്നത്. ഞാൻ അവിടെ ചോദിക്കുന്നത് എന്താണെന്നറിയാം? എന്റെ ചോദ്യം കേട്ടോ, ശ്രദ്ധിച്ചോ. ഇയാൾ കൊടുക്കണ ഫോഴ്സ് എങ്ങോട്ടാ? ഐഷ എന്താ തലകുത്തിക്കണേ? വീഡിയോ. ഇയാൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ ഐഷ? ഇയാൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ശരി, ഞാൻ ചോദിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഫിസിക്സിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. ഫോഴ്സ് ആര് കൊടുക്കുന്നത്? ഈ പോർട്ടർ, ഈ ആള് ഇതുണ്ടോ, ഈ ആള് കണ്ണുമുക്കുകളെ, ഈ ആള് കൊടുക്കണ ഫോഴ്സ്, ഈ പെട്ടിയിലേക്ക് കൊടുക്കണ ഫോഴ്സ് എങ്ങോട്ടാ? താഴത്തേക്ക്. അപ്പൊ അയാൾ ഇങ്ങോട്ട് ഇതിനെ വലിച്ചുകൊണ്ടിരിക്കണം. ആണോ? ഈ പെട്ടിനെ അയാൾ താഴത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടെ ഫോഴ്സ് കൊടുക്കണേ? താഴത്തേക്കാ മുകളിലേക്ക്? ആബ്സല്യൂട്ട്ലി. തല, കഴുത്ത് തലയൊക്കെ കൂടി എങ്ങോട്ടാ കൊടുക്കണേ? മുകളിലേക്കാ കൊടുക്കണേ അല്ലേ? നമ്മള് ഒന്ന് ഓർത്ത് നോക്കിയാ മോള്, ഐഷയുടെ തലയില് ഒരു വെയിറ്റ് ഇരിക്കുകയാണ്. അപ്പൊ ഐഷ എവിടെ ഫോഴ്സ് കൊടുക്കണേ? ഐഷ അറിയാതെ തന്നെ ഫോഴ്സ് എങ്ങോട്ട് കൊടുക്കും? മുകളിലേക്ക് കൊടുക്കും. അല്ലെങ്കിൽ ഐഷ പറ്റി താഴ്ന്നു പോവില്ലേ? ഇരുന്ന് പോവും. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഐഷ താഴത്ത് അവിടെ ഇരുന്ന് പോവും. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടാ കൊടുക്കണേ? ഡയറക്ഷൻ ഓഫ് ഫോഴ്സസ് എങ്ങോട്ടാണ്? അപ്വേർഡ്സ്. മുകളിലേക്ക്. അപ്പൊ കൊടുക്കണ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മുകളിലേക്ക് ഫോഴ്സ്. എന്റെ ഐഷ നടക്കുകയാണ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ പെട്ടിക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ ഐഷ? പെട്ടിക്ക് സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ ഐഷ? നടക്കണ എങ്ങോട്ടാണ്? അങ്ങോട്ടാണ് പെട്ടിക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്. പെട്ടി ഇങ്ങോട്ടാ പോണേ. കുറച്ചുമ്പോ പെട്ടി ഇവിടെ എത്തും, കുറച്ച് പെട്ടി ഇവിടെ എത്തും. കാരണം ഇയാൾ നടക്കുവാണോ? അന്ന് ഇയാൾ കൊടുത്ത ഫോഴ്സ് എങ്ങോട്ടാ? മുകളിലേക്ക്. പെട്ടിക്ക് സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? ഫ്രണ്ടിലേക്ക്. ഫോഴ്സ് എങ്ങോട്ടാ? മുകളിലേക്ക്. So what is the angle between these two? Taskina, it's your chance. What is the angle between these two? Hello? What is the angle between force and displacement? Theta. ശരിയോ തെറ്റോ പറഞ്ഞ കൊച്ചേ, ആകെ എനിക്ക് 1.5 മണിക്കൂർ. ഹലോ, കേൾക്കണില്ല? 90 ആണ് ഈ കൈ പൊക്കിക്ക്. ഇപ്പൊ അങ്ങനെ നോക്കാം. 90 ആണ് ഈ കൈ പൊക്കിക്ക്. തസ്കിന പേടിയാണ്. തസ്കിനക്ക് എന്നെ പേടിയാണ്, സബ്ജക്റ്റിനെ പേടിയാണ്. പേടി മാറാൻ ഒറ്റ മരുന്നുള്ളൂ ഈ ലോകത്ത്, ഒറ്റ മരുന്നുള്ളൂ. എന്താണെന്നറിയോ? ഇന്ന് കിട്ടുന്നത് തസ്കിന ഇന്ന് തന്നെ അങ്ങ് പഠിച്ചത്, അത് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ നാളെ ഇത്തിരി പേടി കുറയും. നാളെ കിട്ടുന്നത് നാളെ തന്നെ അങ്ങ് പഠിക്കാം. 10 ദിവസം തസ്കിന ഈ ഗുളിക കഴിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ മരുന്ന് കഴിച്ചാൽ, 11ാം ദിവസം തസ്കിനയുടെ പേടി എന്നുള്ള അസുഖം മാറും. ഇല്ലാതെ തസ്കിനയുടെ പേടി മാറില്ല. ഈ അസുഖം പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഈ അസുഖം ഭയങ്കര അസുഖമാണ്. തസ്കിനക്ക് ഇന്നു മുതലുള്ളതല്ല, തസ്കിനക്ക് ഒരു 10 കൊല്ലമായിട്ടുള്ള അസുഖമാണ്. ഞാൻ ഇത്ര നാളെ കണ്ടോണ്ട് പറയട്ടോ, ഇത്രയും നാൾ കുട്ടികളെ കണ്ടോണ്ട് പറയണം. തസ്കിനയുടെ അസുഖം ഇന്നുള്ള അസുഖമല്ല, 10 കൊല്ലമായിട്ടുള്ള അസുഖമാണ്. ഈ അസുഖം മാറാൻ ഒറ്റ വഴിയേ ഭൂമിയിലുള്ളൂ. ഞാൻ പറയുന്നതേ മരുന്നുള്ളൂ, വേറെ മരുന്നില്ല. ഓക്കെ,
അപ്പൊ ഇവര് തമ്മിൽ ആംഗിൾ 90 ആണ്. അല്ല തസ്കീനെ പോലെ തന്നെയാണ് ഇരിക്കുന്ന എല്ലാ പിള്ളേരും. ഒരു വ്യത്യാസം അവർക്കില്ല. ഞാൻ ഈ പറഞ്ഞ ഒരു സ്വഭാവ ഇല്ല എന്നുള്ളൂ. ആ മരുന്ന് കഴിക്കൽ അങ്ങനെ തസ്കീന ഒരു 10 ദിവസം കഴിച്ചു വെക്കുക, അതിന്റെ മാറ്റം കാണും. 1 മാസം കഴിയുമ്പോഴത്തേക്ക് രോഗം പൂർണ്ണമായി മാറും. ഓക്കെ, ഇതിൽ ഒരു രോഗത്തിന്റെ ചികിത്സ കൂടി ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ എക്സ്പീരിയൻസ് അതിനു വേണ്ടിയാണല്ലോ. അപ്പൊ FS അല്ല, എന്നെ പേടിയാണ്. മുത്തൂക്ക ബോംബിടും അല്ലെങ്കിൽ മുത്തൂക്ക വെടിവെക്കുമെന്നും പറഞ്ഞിട്ട് മുത്തുക്കാസ് പോയ വെടി, അതൊന്നും അല്ല ഇതിനകത്ത് സംഭവം. ഇത് കൃത്യമായ കാര്യങ്ങൾ ചെയ്താലാണ് നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പറഞ്ഞു നമ്മൾ അങ്ങനെ തന്നെ നിന്നാളെ ഗുണമുള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അഡ്ജസ്റ്റ്മെന്റിൽ പഠിപ്പിക്കാം. കൊറോണയാണല്ലോ, എന്താ കുഴപ്പം? ഇന്നലെ ഞാനൊരു +2 അധ്യാപനം വിളിക്കാം, ഒരു +2 അധ്യാപനം വിളിക്കാം. അപ്പൊ ഞാൻ എന്റെ സാറ് എന്തെങ്കിലും ഈ +1 പിള്ളേർക്ക് എന്താ ചെയ്യണ്ടേ, എന്നാ പരീക്ഷ നടക്കണ്ടേ, നമുക്ക് പഠിപ്പിക്കാവുന്ന ഒരു മാത്സ്. അപ്പൊ അവർക്ക് വളരെ ഹാപ്പിയാണ്. എന്റെ പൊന്ന് മുത്തു ഒമിക്രോൺ വരിക, അപ്പോഴാണ് ഇയാൾ ഇനി പഠിപ്പിക്കാൻ നടക്കുന്നത്. അടുത്ത സാധനം ഒമിക്രോൺ വരിക, അപ്പൊ ഇയാൾ ഇനി പഠിപ്പിക്കാൻ നടക്കുവാണോ? ഇവിടെ എങ്ങനെയെങ്കിലും ഉച്ച വരെയുള്ളത് അതോടെ നിർത്താനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇനി പഠിപ്പിക്കാൻ നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അത് വേറെ, അത് കളി വേറെ, അത് വേറെ കളി. പാലാ ബ്രില്യന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എഞ്ചിനീയറിംഗുമായി എൻട്രൻസുമായി ബന്ധപ്പെട്ട് പോണ കുട്ടികളൊന്നും ഒരു സെക്കൻഡ് പോലെ കളയാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് കളയണില്ല. മറവണൊക്കെ അത് വേറെ വരും. ആള് മരിച്ചു, അത് നമ്മൾ എന്ന് മരിച്ചു പോലെ അത് വേറെ മരിച്ചു പോകും. അത് എപ്പോഴും സംഭവിക്കാം. എന്നിട്ട് ഇങ്ങനെ ബോധമില്ലാതെ നടന്നിട്ട് കാര്യമില്ലല്ലോ, അത് വേറെ. പണിയെടുക്കാതെ നടന്നിട്ട് കാര്യമില്ല. പണിയെടുക്കേണ്ട പ്രായത്തിൽ പണിയെടുക്കാതെ പറ്റൂല്ലോ. അതിനുള്ള വേദി ഒരുക്കുക എന്നുള്ള നമ്മൾ അതിന് പൈസ നിങ്ങളുടെ കൃത്യമായി വാങ്ങണ്ട്. ഞങ്ങൾ വെറുതെ ഒന്നുമല്ല, അത് പൈസ വാങ്ങിച്ചിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് ചെയ്താൽ അതിൻ്റെതായ അടുത്ത് വേറെ ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും ഇതിനേക്കാൾ സൂപ്പർ ഓപ്ഷനുകളാണ് ഞാൻ പറഞ്ഞ പാലാ ബ്രില്യന്റുകൾ, അല്ലെങ്കിൽ കുറെ എൻട്രൻസുമായി ബന്ധപ്പെട്ട കുറെ. അതിനൊക്കെ നിങ്ങൾ ചേരേണ്ട പറഞ്ഞത് ഇതൊക്കെ മിനിമ, നമ്മൾ ചെയ്യുന്നൊക്കെ മിനിമാണ്. ഓക്കെ, അപ്പൊ FS. അപ്പൊ ഇവിടെ എന്താവും? തീറ്റ = 90 ഡിഗ്രി. അപ്പൊ W = എന്തായി പോകും? W = FS cos 90. അപ്പൊ എന്തായി? ഇങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കും 0. അപ്പൊ വർക്ക് ഡൺ ബൈ പോർട്ടർ ടു ക്യാരി എ വെയിറ്റ് ഫോർവേഡ്. കണ്ടോ? എക്സാമ്പിളാ. രണ്ടാമത്തെ എക്സാമ്പിൾ ബാസിൽ സമാൻ. രണ്ടാമത്തെ എക്സാമ്പിൾ എഴുതിക്കോ, പിന്നെ കിട്ടൂല. വർക്ക് ഡൺ ബൈ പോർട്ടർ ടു ക്യാരി എ വെയിറ്റ് ഫോർവേഡ്. Mind PSA. സാർ എങ്ങനെയുണ്ടാ? ചായ കുടിച്ചോ? ശരി. അപ്പൊ എന്തായി? അങ്ങനെ തീറ്റ 90 ആവുമ്പോ വർക്ക് 0 ആണ്. പല കേസ് പഠിച്ചില്ലേ? ഇതൊക്കെ വരും. ഓക്കെ, അത് മതി. FS 0. ഒരു എക്സാമ്പിളോടെ പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു എക്സാമ്പിളോടെ പറയാം. പോട്ടെ, മുന്നോട്ട് പോട്ടെ. 2 എക്സാമ്പിൾ ആയില്ലേ? ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്. ഈ എക്സാമ്പിൾ പോർട്ടറിന്റെ എക്സാമ്പിൾ എപ്പോഴും ചോദിക്കണം. 1 മാർക്കാ ചോദിക്കുള്ളൂ, 1 മാർക്ക്. അപ്പൊ അതൊക്കെ കിട്ടാത്തവരോട് പിള്ളേർക്ക് ബാക്കിയൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ്. വേറെ ചോദ്യമാണ്, ഒരു സൺ ഉണ്ടല്ലോ, സൺ ഇതാണ്. സൺ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് പ്ലാനറ്റ് ഇങ്ങനെ കറങ്ങുക. ഇത് എർത്ത് പോലത്തെ പ്ലാനറ്റ് ഇങ്ങനെ കറങ്ങുകയാണ്. ഓക്കെ, ഇങ്ങനെ കറങ്ങുകയാണ്. ശരി, ചോദിക്കട്ടെ പിള്ളേരോട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ കൂടാ ഏതിൽ വരിക? ഒന്ന് ആലോചിച്ച് പറഞ്ഞ മോളെ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. അത് എർത്തിനെ സണ്ണ് വലിക്കണം കൂടാ? സണ്ണിന്റെ അടുത്തോട്ട്. സണ്ണിന്റെ അടുത്തേക്ക് വലിക്കും. എർത്തിനെ സണ്ണിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വലിക്കും. ഓക്കെ, ഇതാണ് എഫ്. ആരുടെ ഫോഴ്സ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് സൺ ഓവർ എർത്ത്. ഞാൻ പറഞ്ഞിട്ട് എഴുതിയാലും മതി. ആരാ പറയണേ? എർത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് കൂടാ? ആരാ പറയണേ? പഴയ സാധനം അറിയാവുന്നവരെ പറയണേ. What is the direction of the displacement vector?
വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ? പഴയത് ഞാൻ പഠിപ്പിച്ചത് അറിയാവുന്നവർ പറയും. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ? ആനന്ദൊക്കെ പറയാന്ന് പറയുന്നുണ്ട്, ഐഷ പറയാനുണ്ട്. പഴയത് ഞാൻ പഠിപ്പിച്ചവർ ഓർമ്മയുണ്ട്, അത് ഓർത്ത് പറയാവുന്നവർ പറയും ഇറ്റ് ഈസ് എ സർക്കുലാർ മോഷൻ. ഞാൻ പറയും ഹിന്റുകൾ ഞാൻ തരും, അത് സർക്കുലാർ മോഷനാണ്. സർക്കുലാർ മോഷനിൽ കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ ഒരു പോയിന്റില് അവന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താന്നാ ഞാൻ പഠിപ്പിച്ചാണ്. ദർ ഇസ് എ വേർഡ് കണ്ട. ഇപ്പൊ കുറെ പേരുടെ കൈകൾ പൊങ്ങി. ആ എന്താണ് വേർഡ്? ഭീമ അല്ല വേണ്ട, ഇർഷാദേ, ലെറ്റ് മീ നോ. ഇർഷാദേ, ഹലോ മുഹമ്മദ് ഇർഷാദ്, ആ പറ. ഓർക്കണ്ടോ? ഹലോ, എടാ ഓർക്കണില്ലെന്ന് പറയണ ഇർഷാദേ. അത് ആദ്യമേ പറയുന്നത്. നീ എന്തിനാ എന്റെ സമയം കളയണേ? നീ എന്തിനാ ബാക്കിയുള്ള പിള്ളേരുടെ സമയം കളയണേ? എടാ ഇല്ലാന്ന് പറഞ്ഞേ ഇല്ല, അത്രേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് ആളെ വിട്ട് തല്ലിക്കോ നിന്നെ? സാറ് ഓർക്കണില്ല. അപ്പൊ നിന്നെ കുറിച്ച് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തില്ലാടാവേ. ഇയാള് മിണ്ടാതിരിക്കൊന്നും വേണ്ട. ശരി, പറ ഭീമാക്കേ. ഭീമാക്കേ, ഹലോ. ഇത് എല്ലാവരും എന്നെ കളിയാക്കണേയാണോ അതോ മിണ്ടാതിരുന്ന്? ശരിയാവണില്ല ഭീമയുടെ. ശരിയാവള്ളി ഇങ്ങനെ കാണിക്കുക ഭീമ, ശരിയാവണെന്ന് പറ. ആ അങ്ങനെ കാണിക്ക് ഭീമ, അങ്ങനെ കാണിക്കുക. എന്റെ സമയങ്ങളല്ലേ പറഞ്ഞേ. അസ്നാൻ നജീബ്, എങ്ങോട്ടാ ഡയറക്ഷൻ? ഓർക്കണ്ടോ? ഇല്ല. ആ ആനന്ദ് പറഞ്ഞ. ആനന്ദ് PM. സണ്ണിൽ നിന്ന് എർത്തിലേക്ക്. അതില്ല, ഫോഴ്സിന്റെ ഡയറക്ഷൻ അത്. സണ്ണിൽ നിന്നും എർത്തിലേക്ക്. ഞാൻ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ. ട്രീസ, ടാൻജന്റ് ആണോ? ഓ ബ്രില്യന്റ് ഹിറ്റ്. ടാൻജന്റ് സർക്കുലാർ മോഷൻ. ട്രീസ ഒക്കെ തകർക്കാണ്. മറ്റേ സർക്കുലാർ മോഷനിലെ ഏത് പോയിന്റിൽ നിന്നും വെലോസിറ്റിയുടെയും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ടാൻജന്റ് എന്ന് പറഞ്ഞ വാക്കാണ്. ടാൻജന്റ് സർക്കുലർ മോഷനിൽ എപ്പോഴും ടാൻജന്റ് എന്ന വാക്ക് ഞാൻ പലതവണ ഉപയോഗിച്ചതാണ്. എനിക്ക് പറയാൻ പറ്റിയത് നമ്മൾ എന്താവും അറിയോ? നമ്മൾ തന്നെ കോൺഫിഡന്റ് ആവും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ. ഇത് തന്നെ വെലോസിറ്റി ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ തന്നെയാണ് വെലോസിറ്റി ഡയറക്ഷൻ. അപ്പൊ ഇവിടെ എത്രയാണ്? ഇവിടെ ആംഗിൾ എത്രയാണ്? 90 നോക്കി, 90. അപ്പൊ വർക്ക് ഡൺ ബൈ ആരാണ്? മൂന്നാമത്തെ എക്സാമ്പിൾ 3 തന്നെ എഴുതിക്കോ. വർക്ക് ഡൺ ബൈ ആരാണ് പറഞ്ഞേ? സെന്റൻസ് ആക്കി പറഞ്ഞേ. ഒന്ന് പറഞ്ഞ് കേക്കട്ടെ അർഷദെ. സെന്റൻസ് ആക്കി പറഞ്ഞ വർക്ക് ഡൺ ബൈ. വർക്ക് ഡൺ ബൈ സൺ. കണ്ട, അവർ കറക്റ്റ് വാക്കാം. വർക്ക് ഡൺ ബൈ സൺ ഓവർ എർത്ത് അല്ലെങ്കിൽ പ്ലാനറ്റ് മതി. ഇത് തന്നെ എർത്ത്, വർക്ക് ഡൺ ബൈ എർത്ത് ഓവർ ദ മൂൺ ഒക്കെ പറയും. കാരണം ഈ ഫിഗർ വരച്ചാൽ മതി. കാരണം ഫോഴ്സിങ് കോഡാണ്, ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടാണ്. കണ്ടോ? അപ്പൊ നമ്മുടെ പഠനങ്ങൾ തിയറി അല്ലാതെ എന്നും നിങ്ങൾ ഓർത്തോളണം. എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഇക്വേഷൻ ഉണ്ടാവും. എന്നാലാണ് +1 ഫിസിക്സ് ആവുള്ളൂ, +1 മാത്സ് ആവുള്ളൂ, +1 കെമിസ്ട്രി ആവുള്ളൂ. തിയറി ഞാനൊക്കെ പഠിക്കുമ്പോൾ ചുമ്മാ തിയറി പഠിക്കാനായിരുന്നു. ചുമ്മാ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അതിനാണ് ഒരു ഹെൽപ്പിന്റെ ആവശ്യം. എന്തിനാണ് ട്യൂഷൻ പോണെന്ന് വെച്ചാൽ അതിന് ഇത് തിരിച്ചു തരാനാണ്, ഈ ഇക്വേഷനുകൾ തിരിച്ചു തരാനാണ് വീണ്ടും ട്യൂഷനും സ്കൂളൊക്കെ അന്വേഷിച്ച് പോകുന്നത്. കാണാപ്പുറം പഠിക്കാനല്ല. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് കേസ് നമ്മൾ കണ്ടു. പിന്നെ നമുക്ക് പറയാം വർക്ക് 0 ആവാം. എപ്പോഴാണെന്നറിയോ? വർക്ക് 0 ആണ്. പിന്നെ നമ്മുടെ ഫോഴ്സോ ഡിസ്പ്ലേസ്മെന്റോ 0 ആയാൽ വർക്ക് 0 ആവാട്ടോ. അത് സ്പെഷ്യൽ കേസ് ഞാൻ ആദ്യം എഴുത്തുണ്ടാക്കണേ. വർക്ക് എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും, ഫോഴ്സിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും. ഞാൻ പറഞ്ഞുണ്ടാക്കണേ. ഫോഴ്സ് ഇല്ലെങ്കിൽ വർക്ക് 0, ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ വർക്ക് 0. ഇത് രണ്ടും ഉണ്ട് എന്നിട്ട് 0 ആവുന്ന കേസാണ് ഞാൻ 3 എക്സാമ്പിൾ പറഞ്ഞു. അത് പ്രത്യേകം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫോഴ്സും ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്, എന്നിട്ട് വർക്ക് 0 ആകുമ്പോഴാണ് θ 90 വരുമ്പോൾ 0 ആവുന്നത് കണ്ടത്. അതിന് 3 എക്സാമ്പിൾ ആണ് എഴുതിയത്.
ഫോഴ്സ് ഇല്ലെങ്കിൽ വർക്ക് 0 ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ വർക്ക് 0 ആണ്. ഇന്നലെ ഭിത്തി നിങ്ങൾ തള്ളിയില്ലേ, വർക്ക് 0 ആണ്. ക്ലിയർ ആക്കി എഴുതി വെച്ച, ക്ലിയർ ആക്കി നോട്ട് എഴുതി വെച്ച, സംശയം ഉണ്ടാവില്ല. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. പറഞ്ഞോ. ഈ തീറ്റ 90 വരുമ്പോ അതിന് എന്തെങ്കിലും പേരുണ്ട്? ഈ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് അങ്ങനെ പേരുണ്ടോ? സീറോ വർക്ക് എന്ന് പറയാം. 0 വർക്ക് അല്ലാതെ പറയാൻ പറ്റില്ല. അതിന്റെ ഹെഡിങ് 0 വർക്ക് എന്നാണ്. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, 0 വർക്ക്. ഞാൻ ചോദിച്ചോളാം. എലിസബത്തൊക്കെ ചോദിച്ചോലെ നമ്മുടെ മനസ്സിൽ തോന്നണ ഓപ്പൺ ആയിട്ട് ചോദിച്ചോളാം. അതിനകത്ത് നാണക്കേടില്ല, ഒരു നാണക്കേടില്ല. അതിനാണ് പൈസ കൊടുക്കുന്നത്. ഇനിയിപ്പോ സാറെന്തിൽ പറഞ്ഞത് എന്നടാ അവര് ചോദിച്ചാലും നോക്കണ്ട, നമ്മുടെ ആവശ്യമാണ് അത്. സ്കൂളിൽ പോയി സാറ് ചോദിച്ചു, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ തമാശ പറഞ്ഞു, നിങ്ങൾ കാര്യമാക്കേണ്ടത് അതിലെ പൈസ ഉണ്ടാക്കും. ഇപ്പൊ അത് സാറ് കൂടുതലാണ്, സാറേ ഞങ്ങൾ പേ ചെയ്തിട്ടാന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഒരു പ്രശ്നവും ഇല്ല. അപ്പോഴേ ചോദിക്കാനുള്ള നാണക്കേടങ്ങൾ പോകും. ചുമയൊന്നുമല്ല, സാറിന്റെ ഔദാര്യൊന്നുമല്ലല്ലോ പറഞ്ഞു തന്നെ, ഞങ്ങൾ ചോദിച്ചിട്ടല്ലേ എന്നെ വെച്ചോ. ശരി, ഓക്കെ. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യണം. ഒരു പ്രോബ്ലം ചെയ്താൽ ക്ലിയർ ആവുള്ളൂ. 6.3 എന്ന് പറഞ്ഞ എക്സാമ്പിൾ ചെയ്യും. 6.3 ടെക്സ്റ്റ് ബുക്കിലെ 6.3 എടുത്തേ. ആർക്കാ ഇല്ലാത്ത? അശ്വിനുണ്ട്. അശ്വിന് കിട്ടുമെന്ന് പറഞ്ഞു. കിട്ടിയില്ലേ? ആ പിന്നെ എടുത്തോണ്ട് വേറെ ആള് കൊണ്ടുവരൊന്നുമില്ല. എടുത്തോണ്ട് വരെ ഓടിവാ. അശ്വിന്റെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയടാ? അല്ല തൽക്കാലം ഉണ്ടോ? ശരി ശരി. 6.3 എന്ന് പറഞ്ഞത് പേജ് നമ്പർ എനിക്ക് തോന്നുന്നു എത്രയാ? ഏജിലെ ഏജില് വരിക 117 പേജ് നമ്പർ പറഞ്ഞ ആളാണ് ഏഞ്ചലിന്റെ വരി 117. എക്സാമ്പിൾ 6.3. സ്കൂളിലെ നമ്മളെ പഠിപ്പിച്ചോണ്ടിരിക്കണേ ഏഞ്ചിലെ, എല്ലാരും ചെയ്തോട്ടാ. 7th ചാപ്റ്റർ കയ്യാറായി. നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് തീരാറായി അല്ലേ? ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ കറക്കവും പിടുത്തമൊക്കെ അല്ലേ? പെർപെൻഡിക്കുലർ ആക്സിസ് പാരലൽ ആക്സിസ് പഠിപ്പിച്ചാ? അത് കഴിഞ്ഞു. എങ്ങനെയുണ്ട് അതിന്റെ പ്രോബ്ലം ഒക്കെ? കുഴപ്പമില്ല, ഡെറിവേഷൻ ഇച്ചിരി പാടാ. പ്രോബ്ലം അത്യാവശ്യം റിങ് ഡയമീറ്റർ കൂടെ അങ്ങനെ ഇങ്ങനെ ചോറുണ്ട്, അത് അപ്ലൈ ചെയ്യണൊക്കെ അല്ലേ? ഉറപ്പാ? പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് തന്നെ പ്രോബ്ലം. ഓക്കെ, നല്ല കോൺസെപ്റ്റാ ചാപ്റ്റർ. എന്തായി? കിട്ടി? കഴിഞ്ഞു? ഇപ്പൊ ചിലവർ ആൻസർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കണം, ആൻസർ പൊത്തിപ്പിടിക്കുക. ക്വസ്റ്റ്യന്റെ അർത്ഥം മനസ്സിലാവുന്നവരെ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാൻ തുടങ്ങിയാൽ മതി. ക്വസ്റ്റ്യൻ ഫുള്ള് മനസ്സിലാവട്ടെ. എന്താണ് എന്റെ ചോദ്യം? ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത് ഞാൻ ചോദിക്കാൻ പോണേ. എന്ത് കണ്ടുപിടിക്കണം എന്നാണ് ഞാൻ ചോദിക്കാൻ പോണേ. എന്നിട്ട് ഞാൻ പറയും എന്താ തന്നാക്കണെന്ന് ചോദിക്കും. ഇങ്ങനെ തന്നെ നിങ്ങൾ ആലോചിച്ച് സെയിം വേ യു തിങ്ക് ഓഫ് ദാറ്റ്. ആരോട് ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ നിനക്ക്? അത് ടെക്സ്റ്റ് ബുക്ക് നോക്കാന്നാ നീ മറ്റേ കമ്പ്യൂട്ടറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ?
ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുക. നീ സിസ്റ്റത്തിലാണല്ലോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിന്തെങ്കിലും എഴുതോ നോക്കിയതാ. ടെക്സ്റ്റ് ബുക്കിൽ നോക്ക്. ഞാൻ നോക്കുമ്പോ നീ ഈ മൗസെ പിടിച്ചോണ്ടിരിക്കുക. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അവന്റെ മൗസിലെ കെട്ടിപ്പിടുത്തം നിർത്തിക്കോളാൻ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക നിന്നെ. വേണ്ട സംഭവം വേണ്ട, എക്സ്ക്യൂസ് വേണ്ട. നീ ചെയ്താൽ മതി, കാര്യങ്ങൾ ചെയ്താൽ മതി. മൗസെ ഭയങ്കര അപകട, നെസസറി ഈവിൽ ലൈക്ക് ഫ്രിക്ഷൻ. ഗൗരി got it? ഇല്ല സർ. ഇന്ന് ആകെ ഒരു ഇതാണ്, ഇടിഞ്ഞ മട്ടാണ്, കിട്ടിയിട്ടില്ല. കുളിച്ച് റെഡിയായി കുറിയൊന്നും തൊട്ടിട്ടില്ല. റൈറ്റ്, ഫൈൻ. കൃഷ്ണാനന്ദ്, tell me what we need to find. Tell me, Krishnanand, what we need to find. ആ വർക്ക് റോഡ് സൈക്കിള് റോഡിൽ എന്ത് വർക്ക് ചെയ്തു, റോഡ് സൈക്കിളിൽ എന്ത് വർക്ക് ചെയ്തു? ബ്രില്യന്റ് ആൻസർ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, അത് എടുത്ത രീതി വളരെ ബ്രില്യന്റ്. അതായത് സൈക്കിൾ റോഡിൽ എത്ര വർക്ക് ചെയ്തു കണ്ടുപിടിക്കുന്നത്. കണ്ടോ ആ രീതി ഇസ് വെരി ഗുഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6.3 വർക്ക് ഡൺ ബൈ, എന്താണ് ആദ്യം ചോദിച്ചത്, എന്താ ചോദിച്ചാൽ വർക്ക് ഡൺ ബൈ സൈക്കിൾ അല്ലെ, സൈക്കിൾ ഓവർ ദ റോഡ് അല്ലടാ, അങ്ങനെയല്ലേ ചോദിച്ചേ? എടാ ഓക്കെ, നമുക്ക് നോക്കാം. വർക്ക് ഡൺ ബൈ ദ സൈക്കിൾ ഓവർ ദ റോഡ്. സൈക്കിള് റോഡിൽ എത്ര വർക്ക് ചെയ്തു എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ W കൊടുക്കട്ടെ, W=2. അപ്പൊ ആരാ മോനെ എഴുതണ്ടേ? ആദ്യം FS cos θ ആണ് നമ്മൾ എഴുതേണ്ടത്, FS cos θ. അപ്പൊ ഏത് ഫോഴ്സാ ഞാൻ എഴുതണ്ടേ? ഫോഴ്സ് അപ്ലൈഡ് ബൈ ആരുടെ മേത്ത്? സൈക്കിൾ ഓൺ ദ റോഡ്. കൃത്യം കേട്ടോ, അവൻ പറഞ്ഞ വളരെ കൃത്യമാണ്. വർക്ക് വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. വർക്ക് ഡൺ ബൈ ദ സൈക്കിൾ ഓൺ റോഡ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ മനസ്സിൽ മതി. അപ്പൊ ഫോഴ്സ് അപ്ലൈഡ് ബൈ ആരായിരിക്കണം? സൈക്കിൾ ആയിരിക്കണം. എവിടെ? ഓൺ ദ റോഡ്. എത്രയാ പറഞ്ഞേക്കണേ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നീ ഉണ്ടോ നോക്കി. എല്ലാവരും ശ്രദ്ധിക്കണേ, എന്റെ ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. പറഞ്ഞേ. A cyclist comes to skidding stop in 10 meters. During this process, the force on the cycle due to the road is 200. Force on the cycle due to the road. അതാ പറഞ്ഞേക്കണേ അല്ലേ? ഫോഴ്സ് ഓൺ ദ സൈക്കിൾ ഡ്യൂ ടു ദ റോഡ് എന്നാണ് പറയണത്. എന്താണ്? അപ്പൊ റോഡില്, ഇത് റോഡാണെങ്കിൽ റോഡിന് സൈക്കിൾ കൊടുത്ത ഫോഴ്സ് ആണ് എത്ര? 200 ന്യൂട്ടൺ. വായിച്ച എങ്ങനെ വായിക്കാം? 200 ന്യൂട്ടൺ തന്നെ വായിക്കണം, എന്ന് വായിക്കരുത്. പിന്നെ ബാക്കി is directly opposite to the motion. How much work does the road on? നേരെ ഓപ്പോസിറ്റ് ആണ് കൊടുത്തത്. പിന്നെ how much work does the road do? ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ കൃഷ്ണാനന്ദ്, എല്ലാവരോടായിട്ട് ചോദിക്കണേ കൃഷ്ണാനന്ദ്. അപ്പൊ നമുക്ക് ഫോഴ്സ് അപ്ലൈഡ് ബൈ സൈക്കിൾ ഓൺ ദ റോഡ് തന്നിട്ടുണ്ടോ? Force applied 200 ന്യൂട്ടൺ. അത് ആരാ തന്നെ? ഫോഴ്സ് അപ്ലൈഡ് ബൈ സൈക്കിൾ ഓൺ ദ റോഡ് ആണോ? സൈക്കിൾ ഡ്യൂ ടു സൈക്കിൾ ഓൺ ദ ആണോ തന്നേക്കണേ? ഒന്നോട് വായിച്ചേ. The force on the cycle due to the road is 200. Force on the cycle due to the road അല്ല തന്നാക്കണേ. നമുക്ക് ഏതാ വേണ്ടേ? സൈക്കിള് അല്ല, റോഡില് സൈക്കിൾ എന്തോരം ഉപയോഗിച്ചു. ഇതിപ്പോ ഏതാ തന്നാക്കണേ? റോഡ് കാരണം സൈക്കിൾ എത്ര എടുത്തു. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോ തന്നാക്കണ എല്ലാവരും കേട്ടോട്ടോ, ശരിക്കും എഴുതിക്കൊള്ളാം, മനസ്സിലാക്കണോ. ഇത് ഫിസിക്സ് +1 പ്രോബ്ലം അങ്ങനെ ശരിക്കും മനസ്സിലായാൽ ഭയങ്കര രസമാണ്. റോഡ് സൈക്കിൾ കൊടുത്തതാണ് എത്ര തന്നാക്കണേ? എവിടെ പറയണില്ലോ സുശാന്തേ? റോഡ് സൈക്കിളിൽ കൊടുത്താണ് എത്രയാണ് തന്നാക്കണേ? 200 ന്യൂട്ടൺ റോഡ് സൈക്കിൾ. നമുക്ക് ഏതാ ഇപ്പൊ ഇവിടെ വേണ്ടത്? റോഡ് കാരണം സൈക്കിളിൽ ഉപയോഗിച്ചേക്കണം. തിരിഞ്ഞു പോയത് ഒന്നോടെ ഞാൻ പറയും. നമുക്ക് തന്നാക്കണ ഏതാണ്?
സൈക്കിള് റോഡിൽ ഉപയോഗിച്ച്. നീതിപ്പോ എല്ലാം ഇല്ലാണ്ടായി, എല്ലാം പറഞ്ഞ് അവസാനം ഇല്ലാണ്ടായി. ഞാൻ ആദ്യം ശരിയായതാ, ഇപ്പൊ നശിച്ചുപോയി. ഒന്നോടെ നീ ഒന്ന് വായിച്ചിട്ട് പറഞ്ഞു. അതാണ് എന്റെ പ്രശ്നം. നീ വളരെ സമാധാനത്തോടെ ഉറപ്പിച്ചേ പറയാവുള്ളൂ. ശരിയാണോ തെറ്റാണോ, തെറ്റാണെങ്കിൽ ഉറപ്പിച്ച ഒരു സാധനം പറഞ്ഞേ. അതാണ് അതിന്റെ കോൺഫിഡൻസ്. പറ, എന്നിട്ട് ഞാൻ പോകും. പറ. ഫോഴ്സ് ഓൺ ദ സർക്കിൾ സൈക്കിൾ. സർക്കിളായോ? എന്റെ സൈക്കിൾ ഫോഴ്സ് ഉണ്ട്. Force on the cycle due to the road is 200. അർത്ഥം എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേ? അർത്ഥം പറഞ്ഞേ. സൈക്കിളിന്റെ ഫോഴ്സ് കൊണ്ട് റോഡില് ഉപയോഗിച്ചേക്കണ. അങ്ങനെയല്ല, ഞാൻ പറയാം എടാവേ, അങ്ങനെയല്ല. സൈക്കിളിൽ റോഡ് കൊടുക്കുന്ന ഫോഴ്സ് എഴുതി വെച്ചോ. സൈക്കിളിൽ റോഡ് കൂടെ ഫോഴ്സ് ഓൺ ദ സൈക്കിൾ ഡ്യൂ ടു ദ റോഡ്. സമാധാനത്തോടെ വായിക്കണം. മലയാളം വരും പരീക്ഷയ്ക്ക്, മലയാളം തരും. അപ്പുറം നമുക്ക് ഫിസിക്സാ പഠിക്കണ്ടേ, ഇംഗ്ലീഷല്ല പഠിക്കണ്ടേ. ഫോഴ്സ് ഓൺ ദ സൈക്കിൾ ഡ്യൂ ടു റോഡ്. സൈക്കിളിൽ റോഡ് കൊടുക്കുന്ന ഫോഴ്സ് 200 ന്യൂട്ടൺ ആണ്. സൈക്കിളിൽ റോഡ് കൊടുക്കേണ്ട ഫോഴ്സ് നമുക്ക് ഏതാ ഇവിടെ വേണ്ടേ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൈക്കിൾ എത്ര റോഡിൽ കൊടുക്കുന്നു, അത് തന്നിട്ടുണ്ടോ? സൈക്കിൾ എത്ര റോഡിൽ കൊടുക്കുന്നു തന്നിട്ടുണ്ടോ? കൃഷാന്തന്റെ പറ, തന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അത് എത്രയായിരിക്കും? അനന്തു വെറുതെ അനന്തു എത്രയായിരിക്കും? തന്നിട്ടില്ലല്ലോ. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഞാൻ പറയാം കേട്ടോ, ഒരു ഐഡിയ ഉണ്ട്. അതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. അതാണ്. എന്താ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ? അത് ഇനി വേറൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. അതൊരു പിള്ളേർ നോട്ട് ചെയ്തോ. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് എന്താ അങ്ങോട്ട് കൊടുത്തോ അത്രയും തിരിച്ചു കിട്ടും. റോഡ് എത്ര സൈക്കിളിൽ കൊടുക്കുന്നോ അത്ര സൈക്കിൾ റോഡിൽ കൊടുക്കും. രണ്ടും പ്രശ്നമില്ല. സൈക്കിളിലേക്ക് റോഡ് കൊടുക്കുന്നത് 200 ആണെങ്കിൽ റോഡിലേക്ക് സൈക്കിൾ 200 കൊടുക്കുന്നു. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ there is an equal and opposite reaction. ആക്ഷൻ ആണ് ഫോഴ്സ്. ഇത് പുതിയ കുട്ടികൾ പേടിക്കണ്ട, കഴിഞ്ഞ ചാപ്റ്ററിൽ വരുന്നതാ ലോസ് ഓഫ് മോഷൻ. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഫോഴ്സ് അപ്ലൈഡ് ചെയ്ത് സൈക്കിൾ ഓൺ ദ റോഡ് ചുമ്മാ കാണാതെ തന്നെയല്ല, കാണാതെ എഴുതും പിള്ളേര്. ചുമ്മാ എന്തെങ്കിലും കേട്ട് എഴുതരുത്, കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. ഇത് വേറെ സ്ഥലത്ത് ആവശ്യം വരും, അതിനാ ഞാൻ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. ഈ കണക്കിന് അത് വേണ്ട, ശരിക്കും ആ കൺസെപ്റ്റേ വേണ്ട. പക്ഷെ വേറെ സ്ഥലത്ത് ആവശ്യം വരും, എഴുതി വെച്ചോളൂ. അങ്ങോട്ട് കൊടുത്തു പറഞ്ഞാൽ ഇങ്ങോട്ടും അത് തന്നെ കൊടുക്കും. അപ്പൊ ഇത് 200 ആണ്, ഒരു സംശയമില്ല. ഇൻഡു അടുത്തത്. ഇനി ഏതാ വേണ്ട? ആശാ സുജീർ. ഇനി എന്താ വേണ്ടത്? എസ് എന്താ സാധനം? എന്താ കൃത്യമായി പറഞ്ഞു? എസ് എന്താ? ആർക്ക് സംബന്ധിച്ച ഡിസ്പ്ലേസ്മെന്റ്? ആർക്ക്? സൈക്കിളിന്. വളരെ ശ്രദ്ധിച്ച് മോള് കേൾക്കണം, വളരെ അപകടമാണ് ഇത്, കേട്ടോ. ആരാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞേ? ഇല്ല സാറ്, ഇത് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത് വർക്ക് ഡൺ ബൈ റോഡ് ബൈ സൈക്കിൾ അല്ലേ? ആണോ? മറ്റവനാണോ പറഞ്ഞ? അങ്ങനെ തിരിച്ച് എന്തൊരു ക്വസ്റ്റ്യൻ ഇല്ല. അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ട്, എനിക്ക് അങ്ങനെ. വായിച്ചേ മോള്, വായിച്ചേ ക്വസ്റ്റ്യൻ വായിച്ചേ. How much work does the road do on the cycle? പിന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ? രണ്ടാമത് how much does the cycle do on the road? അന്ന് തൽക്കാലം ഇത് ചെയ്യാം. അവൻ തിരിച്ചാ പറയാം. നമുക്ക് തൽക്കാലം ഇത് ചെയ്യാം, കുഴപ്പമില്ല. ഇത് ബി ആയിട്ട് നമുക്ക് ചെയ്യാം. വർക്ക് ഡൺ ബൈ ദ സൈക്കിൾ ഓവർ ദ റോഡ് നമുക്ക് ചെയ്യാം. അത് ചെയ്യാം തൽക്കാലം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആസ്ന, അങ്ങനെയാണെങ്കിൽ ആര് ചെയ്ത വർക്കാ കണ്ടുപിടിക്കട്ടെ ആസ്ന? ഇപ്പോ ഞാൻ ചെയ്യുന്നതിന് അതില് റോഡ് സൈക്കിളിനോട് കൊടുത്തത്. ഇപ്പൊ ചെയ്യണല്ലേ? നോക്ക്, വർക്ക് ഡൺ ബൈ റോഡ് സൈക്കിളിനോട്. ഞാൻ എഴുതാൻ ക്വസ്റ്റ്യൻ മോള് വായിച്ചത് വർക്ക് ഡൺ ബൈ സൈക്കിൾ ഓവർ ദ റോഡ് എന്ന് വെച്ചാൽ സൈക്കിള് റോഡിനോട് കൊടുത്ത. അങ്ങനെ തന്നെ വായിക്കുക. സൈക്കിള് റോട്ട് ചെയ്തത് ആ വർക്കാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഏതാ ഫോഴ്സ് എടുക്കണ്ടേ? സൈക്കിള് ഫോഴ്സ് 200. അല്ലാതെ ഏതാ എടുക്കണ്ടേ? അപ്പൊ എന്താ എടുക്കണ്ടേ? വർക്ക് ഡൺ ബൈ സൈക്കിൾ ഓവർ ദ റോഡ് കണ്ടുപിടിക്കാൻ നേരത്തെ ഫോഴ്സ് അപ്ലൈഡ് ബൈ ആരാ എടുക്കണ്ടേ? സൈക്കിൾ. മനസ്സിലായില്ലേ? വർക്ക് ഡൺ ബൈ സൈക്കിൾ. അപ്പൊ ഫോഴ്സ് അപ്ലൈഡ് ബൈ സൈക്കിൾ
അത് തന്നിട്ടില്ല. പക്ഷെ നമ്മൾ അത് എന്തെടുത്തു, മറ്റത് തന്നെയാണ് മനസ്സിലാക്കി 200 കൊടുത്തു. ഇനി എന്റെ ചോദ്യം, ഡിസ്പ്ലേസ്മെന്റ് ആരുടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കണ്ടേ? ആലോചിച്ചേ പറയാവൂ. നിങ്ങൾ അവിടെ ഇവിടെ നോക്കി ആൻസർ പെടും, തെറ്റിക്കോട്ടെ. ആരുടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കണ്ടേ? ഹസ്നയുടെ ചോദ്യം, ആരുടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കണ്ടേ? സൈക്കിളിന്റെ. ബാസിലെ ആരുടെ എടുക്കണ്ടേ? സൈക്കിളിന്റെ എന്നുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്ത്. വേറെ എവിടെ നോക്കി പറയരുത്, ഉള്ളത് പറയാ. സൈക്കിളിന്റെ എന്നുള്ളവർക്ക് എടുത്ത് കൈ പൊക്കിക്കേ, സൈക്കിളിന്റെ. കൈ പൊക്കാത്തവരാരും കാണുന്നില്ല. ആസിഫ് കൈ പൊക്കിയിട്ടുണ്ട്, ശരി. കൈ പൊക്കാത്തവർ ആരും ഞാൻ കാണുന്നില്ല. ആരെങ്കിലും കൈ പൊക്കാത്തതുണ്ടോ? മായൻ കൈ പൊക്കിയാ? തത്തിക്കോ കൈ പൊക്കി. ആരെങ്കിലും കൈ പൊക്കാത്തുണ്ടോ? സന്തോണാക്കി. ആരെങ്കിലും കൈ പൊക്കാത്തുണ്ടോ? ഏഞ്ചൽ ബേബി ഏതാ പറഞ്ഞേ? ആരുടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കണ്ടേ? സൈക്കിളിന്റെ. കേട്ടോ, ഞാൻ ചോദിക്കട്ടെ ഏഞ്ചൽ ബേബി, ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. ആര് ചെയ്ത വർക്കാ കണ്ടുപിടിക്കണ്ടേ? സൈക്കിള് റോഡിന് ചെയ്ത. സൈക്കിൾ റോഡിൽ കൊടുത്തത്, ശരി. ആരുടെ ഫോഴ്സ് എടുക്കണ്ടേ? ഏത് ഫോഴ്സ് എടുക്കണ്ടേ? സൈക്കിള് റോഡില് കൊടുത്ത ഫോഴ്സ്. റോഡിൽ കൊടുത്തത്. അപ്പൊ ആരുടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കണ്ടേ? സൈക്കിളിന്റെ. അതായത് കേട്ടോ ഒന്നോടെ ബുക്ക് തള്ളുകയാണ്. എല്ലാവരും കേട്ടോ, ബുക്ക് തള്ളുകയാണ്. ഏഞ്ചല് ബുക്ക് തള്ളുകയാണ്. വർക്ക് ഡൺ ബൈ ഏഞ്ചൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വർക്ക് ഡൺ ബൈ ഏഞ്ചൽ ഓവർ ദ ബുക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏത് ഫോഴ്സ് എടുക്കണ്ടേ? പറഞ്ഞ ഏഞ്ചല്. വർക്ക് ഡൺ ബൈ ഞാൻ ചെയ്ത ഫോഴ്സ്. വർക്ക് ഡൺ ബൈ ഏഞ്ചൽ ഓവർ ദ ബുക്ക് ആണ് ഫോഴ്സ് എടുക്കേണ്ടത്. ആരുടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കണ്ടേ? ഏഞ്ചലെ. ബുക്കിന്റെ. അല്ലാതെ ഏഞ്ചലിന്റെ അല്ലല്ലോ. അല്ല. അപ്പൊ ഒന്നോടെ അത് ഇവിടെ വരിക കേട്ടോ, അത് ഇങ്ങോട്ട് വരിക കേട്ടോ. ആ ബോധം ഉണ്ടാവണം, അത് ഇങ്ങോട്ട് വരികയാണ്. വർക്ക് ഡൺ ബൈ ഏതാണ് കണ്ടുപിടിക്കേണ്ട ഏഞ്ചലെ? സൈക്കിള് റോഡിനടുത്ത. അപ്പൊ ഏത് ഫോഴ്സ് അപ്പൊ ഏഞ്ചൽ എടുക്കണ്ടേ? സൈക്കിള് റോഡിനടുത്ത ഫോഴ്സ്. ആരുടെ ഡിസ്പ്ലേസ്മെന്റ് ഏഞ്ചൽ എടുക്കണ്ടേ? റോഡിന്റെ. അയ്യോ കണ്ട, അരമണിക്കൂറായി ഞാൻ പഠിക്കും. റോഡിന്റെ. ആബ്സല്യൂട്ട്ലി റൈറ്റ്. റോഡിന്റെ. റോഡ് എന്തോരം നീങ്ങി ഏഞ്ചലെ? റോഡ് എന്തോരം നീങ്ങി? 10 മീറ്റർ. അയ്യോ, റോഡ് അങ്ങ് നീങ്ങിപ്പോയി. അങ്ങനെ ഭൂമി കുലുക്കൊണ്ടായോ? ഭൂമി കുലുക്കൊണ്ടായോ? റോഡ് നീങ്ങിപ്പോയ റോഡ് നീങ്ങോ? എഞ്ചിലെ ബ്രേക്ക് ഇടുമ്പോ റോഡ് നീങ്ങി പോവോ? ഇല്ല. അപ്പൊ എത്ര ഡിസ്പ്ലേസ്മെന്റ് റോഡിന്റെ? 0. അപ്പൊ ആൻസർ 0. So what is the work done by the cycle over the road? It is 0. Absolutely 0. Right? ഇൻട്രസ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ. അത് നല്ല ക്വസ്റ്റ്യൻ, നമ്മൾ ആലോചിപ്പിക്കുന്ന നല്ല ക്വസ്റ്റ്യൻ. +1 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ, എൻട്രൻസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് വർക്ക് ഡൺ കണ്ടുപിടിക്കുക. സമാധാനത്തെ വീട്ടിൽ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സമാധാനത്തോടെ ആലോചിച്ചോളൂ. ഓക്കെ, ഒറ്റ കേസോട് ഞാൻ ചോദിക്കട്ടെ. എ പാർട്ട്. അങ്ങനെ എ പാർട്ട് പെട്ടെന്ന് പറഞ്ഞ പിള്ളേര്. എ പാർട്ട് വർക്ക് ഡൺ ബൈ ആരെ കണ്ടുപിടിക്കണ്ടേ? ഒന്ന് പറഞ്ഞേ മറ്റേ ഇവനെ സംശാദെ. വർക്ക് ഡൺ ബൈ ആരെ കണ്ടുപിടിക്കണ്ടേ? റോഡ്. വർക്ക് ഡൺ ബൈ റോഡ് ഓവർ സൈക്കിളിന്റെ മേളിൽ. W=. അപ്പൊ ഫോഴ്സ് ബൈ ആരെ എടുക്കണ്ടേ? ഇത് പ്രത്യേകം എഴുതണോട്ടോ, നിങ്ങൾ തലയാട്ടി പോയാൽ പോലെ. മലയാളത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചോളൂ നിങ്ങൾ. ഫോഴ്സ് ബൈ ആരെ എടുക്കണ്ടേ സംശാദെ? ഫോഴ്സ് ബൈ റോഡിന്റെ. ഫോഴ്സ് ബൈ റോഡാ എടുക്കണ്ടേ? റോഡ് കൊടുത്ത ഫോഴ്സ് എത്രയാണ് നമ്മൾ തന്നാക്കണ അതിനകത്ത്? 200. ഇനി ആരുടെ മേളില റോഡ് കൊടുത്തത്? സൈക്കിളില്. അപ്പൊ ആരുടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കണ്ടേ? സൈക്കിളിന്റെ. അപ്പൊ എത്ര സൈക്കിൾ ഡിസ്പ്ലേസ്മെന്റ്? 10 ഇൻറ്റു അടുത്തത് കോസ്. മറ്റേത് കോസേ നോക്കിയില്ല, കാരണം 0 ആയത് മൊത്തം 0 ആയിരുന്നു. കോസ് നോക്കാം. ഇവിടെ കോസ് എടുക്കണം. ഫോഴ്സ് എങ്ങോട്ടായിരിക്കും കൊടുക്കണേ?
റോഡ് കൊടുക്കുന്ന ഫോഴ്സും ഇയാൾ പോയത് ഫോഴ്സും തമ്മിൽ എങ്ങോട്ടായിരിക്കും? ഒരേ ഡയറക്ഷനിലായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കോ? സെയിം ആയിരിക്കില്ലേ? റോഡ് എങ്ങനെയായിരിക്കും സാധാരണ കൊടുക്കണേ? റോഡ് കൊടുക്കണ ഫോഴ്സിന്റെ പേരെന്താ? ഒറ്റ മിനിറ്റ് കേട്ടോ ജോൺ സാർ, ഒറ്റ മിനിറ്റ്. ഫ്രിക്ഷൻ ആണ് റോഡ് കൊടുക്കുന്നത്. വണ്ടി പോകുന്നതും ഫ്രിക്ഷൻ തമ്മിൽ ആംഗിൾ എത്ര ആയിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ കോസ് എത്ര? 180. അപ്പൊ ആൻസർ മൈനസ് 2000 ജൂൾ. മൈനസ് 2000 ജൂൾ. ജോൺ സാറേ ചോദിച്ചോ? ജോൺ സാറെ പറഞ്ഞോ. സാറേ സ്റ്റാറ്റസ് അനാലിസിസ് എടുക്കണം നമ്മുടെ സെക്കൻഡ് 5 വീക്കിൽ. ഓ യെസ്. അപ്പൊ കുട്ടികളുടെ അതിന്റെ സ്കൂളിലെ കാര്യങ്ങൾക്ക് സമയത്ത് ആദ്യം ആർക്കെങ്കിലും പ്രിഫറൻസ്